السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. الحمد وعليكم لله السلام ورحمة الله وبركاته. الذي الحمد أنزل لله. قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من جلسات دروس اللغة العربية لغير ناطقين بها. وقد أكملنا أي درس أقبلنا؟ درس رقم أي درس أكملنا؟ درسنا 16. الدرس 16. درس 16 أكملنا خلاص. رابع خلاص. عشر. رابع عشر صفحة رقم لا نعم نوري نعم. صفحة رقم പേജ് നമ്പർ പേജ് നമ്പർ صفحة رقم نوري 86. 86 ആണ്. 86. 86 86 80. 86 86. ഓക്കെ, കുറച്ച് പറഞ്ഞു പഠിക്കണം. 80 അല്ലെങ്കിൽ 86 86. طيب اليوم نبدأ الدرس الخامس عشر. نبدأ الدرس الخامس عشر. ഇന്ന് നമ്മൾ 15ാമത്തെ പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ദർസ് റഖം എന്ന് പറഞ്ഞാൽ ദർസ് റഖം 15 അല്ലെങ്കിൽ അദ്ദർസ് അൽ ഖാമിസ് അശർ, 15ാമത്തെ പാഠം. ഓക്കെ, സഫ്ഹ എന്ന് പറഞ്ഞാൽ പേജ്. അപ്പോൾ ദർസ് റഖം സഫ്ഹ ഇതൊക്കെ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ ക്ലാസ് തുടങ്ങുമ്പോൾ പടപട ആൻസർ ചെയ്യാം. സിമ്പിൾ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഹുവ പഠിച്ചു, ഹും പഠിച്ചു, അന്ത പഠിച്ചു, അന്തും പഠിച്ചു, അന പഠിച്ചു, നഹ്നു പഠിച്ചു, ഈയ പഠിച്ചു അല്ലേ? ഇന്ന് പെണ്ണുങ്ങളെ കുറിച്ചാ പറയുന്നത്. അൻതുന്ന അൻതുന്ന. അപ്പോ അൻതി നമ്മൾ നേരത്തെ പഠിച്ചു. അൻതി പഠിച്ചു, നീ ഒരു സ്ത്രീ. അതിന്റെ ബഹുവചനമാണ് അൻതുന്ന. അതേപോലെ കിതാബുക്കി, ഇസ്മുക്കി ഒക്കെ പഠിച്ചു നമ്മൾ. ഇസ്മുക്കി എന്ന് പറഞ്ഞാൽ സഹോദരി, നിന്റെ പേര്. ഒരു സഹോദരിയോട് നിന്റെ പേര് എന്ന് പറയുമ്പോൾ ഇസ്മുക്കി. നിന്റെ പുസ്തകം എന്നൊരു സഹോദരിയോട് പറഞ്ഞാൽ കിതാബുക്കി. അത് നമ്മൾ പഠിച്ചു. ഇന്ന് പഠിക്കാൻ പോകുന്നത് കിതാബു കുന്ന, അല്ലയോ സഹോദരിമാരെ നിങ്ങളുടെ പുസ്തകം, അല്ലെങ്കിൽ ദീനു കുന്ന, സഹോദരിമാരെ നിങ്ങളുടെ ദീൻ. ഓക്കെ, അപ്പോ കുന്ന. അതേപോലെ ദഹബ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ദഹബ അവൻ പോയി, ദഹബത്ത നീ ഒരു പുരുഷൻ പോയി, ദഹബത്തി നീ ഒരു സ്ത്രീ പോയി. ഇന്നെന്താ പറയാൻ പോണത്? ദഹബത്തുന്ന നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ പോയി. ഇന്ന് മീൻസ് ഈ പാഠത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ പറയുന്നത്. ഈ പാഠത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഈ പാഠത്തിൽ വരുന്ന സംഗതിയാണ് പറഞ്ഞത്.
ഓക്കെ. അപ്പോ ദഹബത്തുന്നെ പറഞ്ഞു. പിന്നെ ഉള്ള സംഗതി ഖബല ബഅദ. ഖബല ബഅദ ഈ പാഠത്തിൽ പഠിക്കുന്ന രണ്ട് യൂസേജ് ആണ്. ഖബല മീൻസ് ബിഫോർ, ബഅദ ആഫ്റ്റർ. ഇത് രണ്ടിനും ഇന്റെയും ആഫ്റ്ററിൽ എന്തായിരിക്കും ഉണ്ടാവുക? കെസ്റ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഖബലയുടെ ബഅദയിലും ബഅദയുടെ ബഅദിലും എന്താ ഉണ്ടാവുക? കസ്റ. കെസ്റ ഉണ്ടാവും. ഖബലയുടെ ഖബലല്ല, ഖബലയുടെയും ബഅദയുടെയും ബഅദയിലും ശേഷം കെസ്റ ചെയ്യപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അതിന്റെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മുളാഫും ഇലൈഹി പഠിച്ചായിരുന്നു. മുളാഫുൻ ഇലൈഹി. അപ്പം എന്തായിരുന്നു? കിതാബു മുഹമ്മദിൻ. കിതാബ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ കിതാബിനെ മുഹമ്മദിലേക്ക് ഇലാഫത്ത് ചെയ്തു. അപ്പൊ മുഹമ്മദ് എന്താണ്? മുളാഫുൻ ഇലൈഹിയാണ്. അപ്പം ഇപ്പൊ നമ്മുടെ ഖബല ബഅദ എടുത്താൽ കിതാബ് മുഹമ്മദിൻ. അപ്പൊ ഖബല മുഹമ്മദിൻ, ബഅദ മുഹമ്മദിൻ. ഓക്കെ. ശേഷമുള്ളത് ഇലാഫത്ത് ചെയ്തിട്ടായിരിക്കും വരിക. അതുകൊണ്ട് അപ്പൊ അവിടെ ഇലാഫത്ത് ഉണ്ടോ ഇല്ലയെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഖബലയുടെയും ബഅദയുടെയും ശേഷം നിർബന്ധ ഇലാഫത്താണ്. ഇലാഫത്തായിട്ട് മാത്രമേ വരൂ. അപ്പൊ അത് രണ്ടിനു ശേഷം കെസ്ർ ചെയ്യപ്പെട്ടിട്ടായിരിക്കും വരിക. ഓക്കെ. ശരി, വായിച്ചു നോക്കാം. ഇനി ചില കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ കേട്ടതും കേൾക്കാത്തതുമായ കാര്യങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ ചില ആൾക്കാർ ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെയും പ്രശ്നം ഉണ്ടാവും. ഓക്കെ, സൗണ്ടൊക്കെ ക്ലിയർ ആണല്ലോ? ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അപ്പോ ചിലപ്പോൾ നെറ്റ് സ്ലോ ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ശരി, ക്ലിയർ ഇല്ല. ക്ലിയർ ആണോന്ന് ചോദിച്ചപ്പോഴാണ് ക്ലിയർ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ്സെറ്റ് അപ്പുറത്ത് ചെവി വയ്ക്കുക. കേൾക്കുന്നുണ്ടോ? അപ്പൊ പറഞ്ഞതുപോലെ തന്നെ നെറ്റ് ഡിസ്കണക്ട് ആയതാണ്, വീണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവും. ഉണ്ട്. ഓക്കെ, ശരി. അദർസ് അൽ ഖാമിസ് അശർ അൽ ഫത്തയാത്ത്. ഫത്തയാത്ത്. അപ്പോ നമ്മള് ഫത്തൻ പഠിച്ചു, ഒരു യുവാവ്. ഫിത്തിയത്തിൻ പഠിച്ചു. എന്താണ് ഫിത്തിയത്തിൻ? യുവാക്കൾ പഠിച്ചു. പിന്നെ ഫത്താത്തൻ പഠിച്ചു. ഫത്താത്തൻ പഠിച്ചു. ഫത്താത്ത് യുവതി. ഫത്താത്തിന്റെ ബഹുജനമാണ് ഫത്തയാത്ത്. ഫത്താത്തുൻ എന്ന് പറയുന്നിടത്ത് ക്ലോസ് ടു താഴാണ്. ഫത്തയാത്ത് എന്ന് പറയുമ്പോൾ ആ ഫത്താത്തിന്റെ ബഹുജനമാണ് ഫത്തയാത്ത്. സ്ത്രീലിംഗ ബഹുജനം വരുന്നിടത്തെല്ലാം അലിഫും തായുമായിരിക്കും ഉണ്ടാവുക. ഫത്തയാത്ത്. ഓക്കെ, അപ്പൊ ഫത്തയാത്ത് വന്നു. ഫത്തയാത്ത് എന്ത് ചെയ്തു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയും. ഫത്തയാത്ത് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഡിഫാൾട്ട് യൂസേജ് ആണ്. ഇസ്ലാമിന്റെ ഒരു യൂസേജ് ആണ്, ഇസ്ലാമിന്റെ ഒരു പ്രയോഗം. അതെന്ത് പറഞ്ഞു? ജൈനബിന്റെ അടുത്താണ് സലാം പറഞ്ഞിരിക്കുന്നത്. ജൈനബാണ് മറുപടി പറയുന്നത്. ജൈനബ് മറുപടി പറഞ്ഞു വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ ഇതിനെന്ത് ചെയ്യേണ്ട? പൊതുവിൽ പറഞ്ഞാൽ ഇതിനെന്ത് ചെയ്യേണ്ടതില്ല, അതിനെ മാറ്റേണ്ടതില്ല. ഒരു ഇസ്ലാമിന്റെ ഒരു യൂസേജ് ആണ്. അപ്പൊ ഉമ്മ അടുത്ത് പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും പറയാം, ഉപ്പ അടുത്ത് അസ്സലാമു അലൈക്കും പറയാം.
സഹോദരനോട് അസ്സലാമു അലൈക്കും പറയാം, സഹോദരിയോടും അസ്സലാമു അലൈക്കും പറയാം. സഹോദരിയോട് നമുക്ക് അസ്സലാമു അലൈക്കി യാ ഉഖ്തി എന്ന് പറയാം, കുഴപ്പമില്ല. ഉമ്മയോട് അസ്സലാമു അലൈക്കി യാ ഉമ്മി എന്ന് പറയാം. നമ്മുടെ പാഠത്തിൽ അവിടെ അത് പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കാൻ വേണ്ടി പറയുന്നതാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിഫാൾട്ട് യൂസേജ് ആണ്. അതിൽ എന്തില്ല, ലിംഗ വചന നമ്പർ വ്യത്യാസങ്ങളൊന്നുമില്ല. എണ്ണത്തിലും അതേപോലെ ജെൻഡറിലൊന്നും വ്യത്യാസമില്ല. അങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇനി മാറ്റി ഉപയോഗിച്ചാൽ അത് ജെൻഡറിനും നമ്പറിനും മാച്ചിങ് ആയിട്ട് വേണം മാറ്റാൻ. അല്ലെ വീണ്ടും നെറ്റിന്റെ പ്രോബ്ലം കാണിക്കുന്നുണ്ട് കേട്ടോ. ഒപ്റ്റിക്കൽ ഫൈബറിൽ എങ്ങനെ സാധാ വൈഫൈ എന്തായിരിക്കും? മൊബൈൽ വൈഫൈ ഒപ്റ്റിക്കൽ ഫൈബർ ആണോ കയറി? അല്ല, ഒപ്റ്റിക്കൽ ഫൈബർ കയറില്ലെന്ന് തോന്നുന്നു, അതാണ് പ്രശ്നം. ഓക്കെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അപ്പം എന്ത് ചെയ്തില്ല? സൈനബ് വലൈക്കുന്നസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന് പറഞ്ഞു, വലൈക്കും അസ്സലാം എന്നേ പറഞ്ഞു. പിന്നെ പറയുന്നതെല്ലാം എന്താണ്? അത് ജെൻഡറും നമ്പറും ഒക്കെ മാച്ചിങ് ആയിട്ടായിരിക്കണം ഭാഷയിൽ ഉപയോഗിക്കും. മൻ അൻതുന്ന യാ അഖവാതു, മൻ അൻതുന്ന യാ അഖവാതു. അപ്പൊ നമുക്കറിയാം അഖവാത്ത് വന്നപ്പോൾ അൻതുന്ന ഉപയോഗിച്ചു. യാ അഖവാത്ത്, സഹോദരിമാരെ നിങ്ങൾ ആരാണ്? മൻ അൻതുന്ന. കഴിഞ്ഞ പാഠത്തിൽ മൻ അൻതുൻ ചോദിച്ചായിരുന്നു. ഇവിടെ മൻ അൻതുന്ന യാ അഖവാത്ത്, സൈനബ് ചോദിക്കുകയാണ് മൻ അൻതുന്ന. ഇഹ്ദാഹുന്ന. അപ്പൊ ഈ പ്രയോഗം എടുത്തിട്ട് നിങ്ങൾ ഓരോ പാഠവും മറിച്ച് പ്രീവിയസ് പാഠത്തിൽ നോക്കണം. അതില് അഹദുഹും എന്ന് പറഞ്ഞിട്ടുണ്ട്. അഹദുഹും, ആണുങ്ങളിൽ ഒരാൾ. അഹദുഹും. ഇവിടെ എന്താണ്? യഹ്ദാഹുന്ന, ആ പെണ്ണുങ്ങളിൽ ഒരാൾ. യഹ്ദാഹുന്ന. യഹ്ദാഹുന്ന ഖുറാനിലുണ്ടല്ലോ അല്ലേ? ഖുറാൻ വായിച്ചു നോക്കുന്നുണ്ടോ നിങ്ങള്? നിങ്ങൾ അറിവ് പഠിക്കാൻ വേണ്ടി ഖുറാൻ വായിക്കുന്നുണ്ടോ? അല്ല, ഖുറാൻ ആർക്കെങ്കിലും വേണ്ടി വായിക്കുകയാണോ? മരിച്ചുപോയ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി വായിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇഹ്ദാഹുന്ന സബ്അ സമാവാത്ത്. യഹ്ദാഹുന്ന സബ്അ സമാവാത്തിൻ. അങ്ങനെയാണോ? യഹ്ദാഹുന്ന സബ്അ സമാവത്തിനാണ്. ആണോ? സൂറത്തുൽ ഖസസിലുണ്ട്. ആ, ആ രണ്ട് യുവതികള് വെള്ളമെടുക്കാൻ വരുന്ന അതിൽ ഇഹ്ദാഹുന്ന എന്ന് വിളിച്ചിട്ടുണ്ട്. ഏത് സൂറത്തുൽ ഖസസ്? ജാഅത് ഇഹ്ദാഹുന്ന. ഇഹ്ദാഹുന്ന അല്ല, ഹുമയാണ് അവിടെ. ഖസസിൽ ഇഹ്ദാഹുമയാണ്. പക്ഷെ പെണ്ണുങ്ങളുടെ അവകാശം പറയുന്ന ഒരു ആയത്താണത്. പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല? ഇനിയെങ്കിലും പെണ്ണുങ്ങളുടെ അവകാശങ്ങൾ കണ്ടുപിടിക്കാനെങ്കിലും ഖുറാൻ വായിച്ചു നോക്ക് നിങ്ങൾ. പണ്ട് കുറെ ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ചു, നിങ്ങൾ ഖുറാൻ ഓതിയാൽ ഉമ്മാക്കാന്റെ പ്രതിഫലം കിട്ടും, ഉപ്പാക്കാന്റെ പ്രതിഫലം കിട്ടും. ശരി, എന്നാൽ യാസീൻ 100 യാസീനും ഓതുക തന്നെ, ഉമ്മാക്ക് പ്രതിഫലം കിട്ടും, ഉപ്പാക്ക് പ്രതിഫലം കിട്ടും. അവസാനം നമുക്കുള്ള പ്രതിഫലം ഒന്നും കിട്ടൂല. വഇൻ ആതൈതും യഹ്ദാഹുന്ന ഖിൻതാറൻ. വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ വായിച്ചില്ലേ? എത്ര പ്രാവശ്യം നിങ്ങൾ ഖുറാൻ വായിച്ചു? ഖുറാൻ എത്ര പ്രാവശ്യം വായിച്ചു? ആരാ ഇല്ലെന്ന് പറഞ്ഞ റഷീദ് സാറാ? അതെ 100 പ്രാവശ്യം എങ്ങനെ ഖുറാൻ വായിച്ചിട്ടുണ്ടാവും? വായിച്ചു പോവും. മറ്റേ فإن آتيتم إحداهن قنطارا فلا تأخذوا منه شيئا. ആണുങ്ങൾ മറന്നുപോയാലും കുഴപ്പമില്ല, പക്ഷെ പെണ്ണുങ്ങളെങ്കിലും ഓർമ്മിച്ചോ. തഖുദൂനഹു.
സൂറത്ത് നിസാഇ നിസായിലാണോ? ആണ്. ഇപ്പൊ നിങ്ങൾ ചില ആൾക്കാരൊക്കെ മൊബൈൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ ആയത്ത് അവിടെ ഉണ്ടോന്ന്. അപ്പൊ ഇനിയെങ്കിലും നമ്മുടെ റൈറ്റ്സ്, അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമേ ഉള്ളൂ. അതേപോലെ റൈറ്റ്സിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഡ്യൂട്ടീസിനെ കുറിച്ചും പറയുന്നുണ്ട്, റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും പറയുന്നുണ്ട്. വിത്തൗട്ട് എനി അഡീഷൻ ഓർ ഡിലീഷൻ ഓർ എക്സാജറേഷൻ, ഒരു അത്യുക്തിയും കൂടാതെ, ഒരു ആധിക്യവും ഒരു കുറച്ചിലും കൂടാതെ എല്ലാ വ്യക്തികളുടെയും ഉത്തരവാദിത്വവും അതേപോലെ അവകാശത്തെ കുറിച്ചും കൃത്യമായി പറയുന്ന ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമേ ഉള്ളൂ. ശരി, ഇഹ്ദാഹുന്ന, അവരിൽ ഒരാൾ, ആ പെണ്ണുങ്ങളിൽ ഒരാൾ, നഹ്നു ബനാത്തു ഷെയ്ഖി അബ്ബാസ്, നഹ്നു ബനാത്തു ഷെയ്ഖി അബ്ബാസിൻ. അപ്പൊ ഈ ഷെയ്ഖും അബ്ബാസും തമ്മിലുള്ള ബന്ധം എന്താ? ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. ഷെയ്ഖിന്റെ ബദലാണ് അബ്ബാസ്. അതായത് ഒരാളുടെ ടൈറ്റിൽ പറഞ്ഞാൽ ആ ടൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഗ്രമറ്റിക്കൽ പൊസിഷനിൽ യഥാർത്ഥത്തിൽ നിൽക്കുന്ന ആ നാമം. പിന്നീട് ആ പൊസിഷന് പകരമാണ് നാമം പറയുന്നത്, അയാളുടെ ഒറിജിനൽ പേര് പറയുന്നത്. അബ്ബാസ്. അപ്പൊ ബനാത്തു ഷെയ്ഖ്, ഞങ്ങൾ ഷെയ്ഖിന്റെ പെമ്മക്കളാണ്, അതായത് അബ്ബാസ്. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അതായത് അബ്ബാസ്. ഇങ്ങനെയാണ് ബദലായിട്ടാണ് അതിന്റെ പേര് പറയുന്നത്. അതിന്റെ ടൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ബനാത്തു അഷെയ്ഖി, ഷെയ്ഖിന്റെ മക്കൾ അബ്ബാസ്. നമ്മൾ ഷെയ്ഖ് അബ്ബാസിന്റെ മക്കളാണ്. ജൈനബ്. ബനാത്ത് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഉണ്ട് കേട്ടോ. ബനാത്ത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ എന്ന് പറയും, അതേപോലെ പെൺമക്കൾ എന്ന് പറയും. ബനാത്ത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അവിടെ നമ്മളെ ഇഹിദാ ഹുന്ന എന്ന് പറയുമ്പോ ഈ ഹുന്ന സ്ത്രീലിംഗ ആയതുകൊണ്ടല്ലോ അവിടെ ഈ വന്നുള്ളത്. ഈയോ? ഈ അല്ല വിഷയം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു അഹദുഹും. അഹദുഹും അവിടെ പുല്ലിംഗത്തിന് അഹദുഹും, സ്ത്രീലിംഗം യഹ്ദ എന്നതാണ്. അഹദല്ല യഹ്ദ. അപ്പൊ ഈ മാത്രമല്ല, ഈയും യഹ്ദ, ദാൽ പത്തഹം പിന്നെ എന്താണ് യായിട്ടാണ് എഴുതുന്നത്, യഹ്ദ. ചേർക്കുമ്പോഴാണ് യഹ്ദയുടെ കൂടെ പിന്നെ യാ മാറ്റിയിട്ട് അലിഫ് ചേർത്താണ് അടുത്ത വാക്കിലോട് ചേർത്ത് പറയുമ്പോൾ പറയുക. യഹ്ദ. യഹ്ദ ത്വായിഫത്തൈൻ നോക്കുക. യഹ്ദ ത്വായിഫത്തൈൻ, യഹ്ദ അത്വായിഫത്തൈൻ. സൂറത്തു ഏതായിരിക്കും? സൂറത്തു അൻഫാലിലോ അഹ്സാബിലൊക്കെ നോക്കുക. എന്തായാലും യഹ്ദ ത്വായിഫത്തൈൻ വരുന്നിടത്ത് എന്താവും, യഹ്ദയുടെ ശേഷമുള്ളത് ജായിട്ടാണ് എഴുതുക. പിന്നെന്താണ്, അത് ഇളാഫത്ത് ചെയ്താൽ അതിനോട് വേറെ ഒന്നും ചേർത്താൽ യഹ്ദ ഹുന്ന പോലെ അലിഫിട്ടാണ് എഴുതുക. അപ്പൊ ഈ മാത്രം ഒന്ന് പറയരുത്. അഹദ് ആണ് പുല്ലിംഗം, യഹ്ദ എന്നതാണ് സ്ത്രീലിംഗം. ഓക്കെ. നഹ്നു ബനാത്തു ഷെയ്ഖി അബ്ബാസിൻ. പിന്നെ അബ്ബാസിന് കസ്ർ വരും. കസ്ർ വന്നാൽ കസ്ർ തൻവീനും വരും. അതുകൊണ്ട് എന്താണ് കസ്ർ തൻവീൻ വന്നു. ഷെയ്ഖിന് എന്താണ്, ഷെയ്ഖിന് അൽ വന്നുകൊണ്ട് തൻവീൻ വരില്ല. പക്ഷേ ഷെയ്ഖ് എന്താണ്, ഷെയ്ഖ് ഡെഫിനിറ്റും അബ്ബാസ് ഡെഫിനിറ്റ് അല്ലാത്ത നാമമാണോ? ഷെയ്ഖിൽ അൽ വന്നുകൊണ്ട് ഡെഫിനിറ്റ് ആണ്. അബ്ബാസ് എങ്ങനെ ഡെഫിനിറ്റ് ആണ്? അബ്ബാസ് പ്രോപ്പർ നൗൺ ആയതുകൊണ്ട് ഡെഫിനിറ്റ് ആണ് കേട്ടോ. അതായത് ബദൽ വരുമ്പോൾ അതിന് പകരമായി വരുന്നത് എന്താണ്, ഡെഫിനിറ്റ് പകരം ഡെഫിനിറ്റ് ആണ് വരിക. ഓക്കെ. ജൈനബ്. അഹ്ലൻ വസഹ്ലൻ വ മർഹബൻ. അതും എന്താണ്, അത് അറബികളുടെ കസ്റ്റമാണ്. അഹ്ലൻ വസഹ്ലൻ വ മർഹബൻ. സ്വാഗതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യഥേഷ്ടം എന്റെ ഈ സംഗതികളെല്ലാം യഥേഷ്ടം എളുപ്പത്തിൽ ഉപയോഗിക്കാം എന്നാണ്. ഇവിടെ യാതൊരു തടസ്സവുമില്ല.
എന്നാണ് അതിന്റെ അക്ഷരാർത്ഥം അല്ലെങ്കിൽ ഭാഷ. ഉമ്മുക്കുന്ന ഉസ്താദത്തി, ഉമ്മുക്കുന്ന ഉസ്താദത്തി. അപ്പൊ ഉസ്താദിന്റെ സ്ത്രീലിംഗം എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തോന്നുന്നു. ഉസ്താദത്ത്. ഉസ്താദിന്റെ സ്ത്രീലിംഗം ഉസ്താദത്ത്. ഉമ്മുക്കുന്ന ഉസ്താദത്തി, നിങ്ങളുടെ ഉമ്മ എന്റെ ഗുരുനാഥയാണ്. ഉസ്താദത്തി എന്റെ ഉസ്താദാണ്. കൈഫ ഹാലുഹ, അപ്പോ നിങ്ങളുടെ ഉമ്മയുടെ ഹാൽ എന്താണ്? കൈഫ ഹാലുഹ, ആ ഉമ്മയുടെ അവസ്ഥ എന്താണ്? യഹദാഹുന്ന, അപ്പോ ആ പെൺകുട്ടികളിൽ ഒരാൾ പറഞ്ഞു യഹദാഹുന്ന ഹിയ ബിഖൈരിൻ വൽഹംദ്. ഹിയ ഞങ്ങളുടെ ഉമ്മ, ഹിയ ബിഖൈരിൻ നന്മയിലാണ് അല്ലെങ്കിൽ നല്ല അവസ്ഥയിലാണ്, അൽഹംദുലില്ലാ അല്ലാഹു സ്തുതി. സൈനബ് ഐന ഹിയ അൽ ആന, ഐന ഹിയ അൽ ആന, അപ്പോ ഹിയ അവൾ, ആ ഉമ്മ ഇപ്പോൾ എവിടെയാണ്? അൽ ആന. യഹ്ദാഹുന്ന അവരിൽ ഒരാൾ, ഹിയൽ ആന ഫി റിയാദി, ഫി അങ്ങനെ വായിക്കാം. റിയാദി, റിയാദ് എന്നൊക്കെ പറഞ്ഞു ആൾക്കാർ. റിയല്ല, റാന്ന് കസർ വന്നായിട്ട് ഈ പറയാം. റിയാദ് ഒക്കെ കടുപ്പിച്ച് പറയണം, കനപ്പിച്ച്. ഏറ്റവും സവിശേഷമുള്ള അക്ഷരമാണ്. എന്നത് അറബി ഭാഷയുടെ ഒരു ഐഡന്റിറ്റി കൂടിയാണ്. പറഞ്ഞോ. സാധാ കാന 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 കാനു കുന്ത കുന്ന, ആ കുന്ന ഈ കുന്നം തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇവിടെയുള്ള ഉമ്മുക്കുന്ന എന്ന് പറയുമ്പോ ആ കുന്നല്ല, ആ അതും ഇതും ബന്ധമല്ല അല്ലെ? ആ കുന്നല്ല, അവിടെ സംതിങ് റോങ് ഉണ്ട് കേട്ടാ. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം കാന എന്നത് എന്താണ്? കാന ഇൻഡിപെൻഡന്റ് വെർബ്. ആ വെർബിന്റെ കൺവെർട്ടഡ് ഫോം ആണ് കാന, കാനു, കുൻത, കുൻതും, കുൻതു, കുന്ന. അലിഫുണ്ട്, അലിഫുണ്ട്, കുന്ന. അപ്പൊ ആ ഒരു വെർബിന്റെ ഡിറൈവ്ഡ് ഫോം ആണ് കുന്ന എന്നത്. ഇവിടെ എന്താണ്? ഇവിടെ കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് വരികയില്ല. ഇവിടെ കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ട് വരികയില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഇൻട്രൊഡക്ഷനിൽ. മനസ്സിലായി. ഫോർ എക്സാമ്പിൾ കിതാബു എടുക്കുക, കിതാബു ഹു, കിതാബു ഹും, കിതാബുക്ക, കിതാബുക്കും, കിതാബി, കിതാബുന, കിതാബു ഹ, കിതാബു ഹുന്ന എന്ന് പറഞ്ഞില്ലേ? കിതാബു ഹ, കിതാബു ഹുന്ന എന്ന് പറഞ്ഞു. അതേപോലെ കിതാബുക്ക നിന്റെ പുസ്തകം, കിതാബുക്കും നിങ്ങളുടെ പുസ്തകം, കിതാബുക്കി നീ ഒരു സ്ത്രീയുടെ പുസ്തകം, കിതാബുക്കുന്ന നിങ്ങൾ കുറെ സ്ത്രീകളുടെ പുസ്തകം. അപ്പോ ഇതെന്താണ്? അത് സ്ത്രീകളുടെ എന്ന് ചേർത്ത് പറയുന്നിടത്ത് മാത്രമേ ഈ വാക്ക് വരുള്ളൂ. ഈ വാക്ക് വേറൊന്നിന്റെ കൂടെ ചേർന്ന് മാത്രമേ വരികയുള്ളൂ. ഈ വാക്ക് വേറൊന്നിന്റെ, അതായത് ഇൻഡിപെൻഡന്റ് പ്രോനോണും അറ്റാച്ച്ഡ് പ്രോനോണും. ഇൻഡിപെൻഡന്റ് പ്രോനോണില് അന്ത, അന്തി, അന്തും, അന്തുന്ന, അന്തുന്ന എന്ന് പറഞ്ഞു. അപ്പൊ അന്തുന്ന ഇൻഡിപെൻഡന്റ് പ്രോനോണിൽ പറയും. അതേസമയം അറ്റാച്ച്ഡ് പ്രോനോൺ വരുമ്പോൾ കിതാബുക്കി നീ ഒരു സ്ത്രീയുടെ പുസ്തകം, കിതാബു കുഞ്ഞ നിങ്ങൾ കുറെ സ്ത്രീകളുടെ പുസ്തകം. അപ്പൊ ആ കുഞ്ഞ് എന്ത് ചെയ്യൂല? ഇൻഡിപെൻഡന്റ് ആയിട്ട് കാന, കാനു, കുന്ത, കുന്തു, കുന്ന എന്ന് പറഞ്ഞതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വരും. ഓക്കെ. അതായത് നമ്മൾ പുസ്തകം ഒരുപാട് പ്രാവശ്യം വായിക്കുക, ടേബിളുകൾ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടേബിൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് വരും. പുസ്തകം വായിച്ചു വരുമ്പോൾ പുസ്തകത്തിലുള്ള ഫോംസ് വരും. ഓക്കെ. അപ്പൊ അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പഠിക്കാത്ത അല്ലെങ്കിൽ ടേബിളിൽ പഠിക്കാത്ത ഫോംസ് ആണ് ഇവിടെ വരുന്നത്, ഈ പാഠത്തിൽ വന്നത്. കിതാബ് ഹുന്നയും കിതാബ് കുന്നയും കിതാബ് കി എന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡിംഗ് ഖുർആനിൽ പഠിക്കുന്നില്ല.
ഓക്കെ. أين الآن أين هي الآن هي الآن في رياضي متى ذهبت متى ذهبت ആ ഉമ്മ എപ്പോഴാണ് പോയത് ذهب അവൻ പോയി ذهبت അവൾ പോയി മറ്റേ അവൾ പോയി ذهبت മത്ത ആ ഉമ്മ എപ്പോൾ എപ്പോഴാണ് പോയത് പോയത് യഹദാഹുന്ന അവരിൽ ഒരുത്തി പറഞ്ഞു ذهبت قبل أسبوع അപ്പൊ കബിലയുടെ പ്രയോഗം പഠിച്ചു കബിലയുടെ ബഅദിൽ വരുന്നതിന് എല്ലാത്തിനും കെസറായിരിക്കും ശേഷം ബഅദിൽ ഏത് വന്നാലും അതിന് കെസറായിരിക്കും കബില ഉസ്ബൂഇൻ ഉസ്ബൂ ആഴ്ച ഉസ്ബൂ ആഴ്ച ഒരാഴ്ച മുമ്പ് പോയി നമ്മൾ മലയാളത്തിൽ പറയുന്ന ആഴ്ചയല്ല മലയാളത്തിൽ തിങ്കളാഴ്ചയും ആഴ്ചയാണ് ഒരാഴ്ചയും ആഴ്ചയാണ് 7 ദിവസം ഇവിടെ ഉസ്ബൂ എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ് അപ്പൊ തിങ്കളാഴ്ചക്ക് എന്ത് പറയും തിങ്കളാഴ്ച യൗം എന്നാണ് പറയുക യൗമുൽ ഇസ്നൈൻ സെക്കൻഡ് ഡേ കാരണം സബത്ത് ദിവസം അവധിയാണ് സബത്ത് ശനിയാഴ്ച യൗമ സബത്തില് സാബത്ത് നാളെന്ന് പറയുമ്പോൾ സബത്ത് ദിവസം അവധിയാണ് സബത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഞായർ യൗമുൽ അഹദ് ഒന്നാം ദിവസം യൗമുൽ ഇസ്നൈൻ രണ്ടാം ദിവസം അങ്ങനെ കുട്ടിയെ നമ്മൾ നേരത്തെ അതോട് പാർട്ടി വന്നില്ലേ നമുക്ക് വന്നോ ഇല്ലേ വന്നിട്ടുണ്ടെങ്കിൽ ഇനി വരും ഓക്കെ അപ്പൊ ഇവിടെ എന്ത് ചെയ്തു കബല ഉസ്ബുവിന് ഉസ്ബുവിന്റെ ശേഷം വന്നതിന് അല്ല കബലയ്ക്ക് ശേഷം വന്നുകൊണ്ട് ഉസ്ബുവിന് കസോട് ജൈനബ് മൻ ജഹബ മഅഹ മൻ ജഹബ മഅഹ ആ ഉമ്മയോടൊപ്പം ആരാണ് പോയത് മൻ ജഹബ അപ്പൊ അവിടെ ആരാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് മന് ചേർത്തപ്പോഴത്തേക്ക് മൻ ജഹബ അവിടെ പുല്ലിംഗമായിട്ട് ചോദിച്ചു മൻ ജഹബ മഅഹ യഹദാഹുന്ന അവന്റെ ഒരാൾ പറഞ്ഞു ജഹബ മഅഹ അഹൂന ആ ഉമ്മയോടൊപ്പം പോയത് ആരാണ് ഞങ്ങളുടെ സഹോദരൻ ഞങ്ങളുടെ സഹോദരൻ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞില്ലേ അഹ് വരുമ്പോൾ എന്ത് ചേർക്കണമെന്ന് അഹ് വരുമ്പോൾ എന്ത് ചേർക്കണമെന്ന് പറഞ്ഞു വാവ് ചേർക്കണം അഹൂ അഹൂന രണ്ടക്ഷരം വരുമ്പോഴല്ലോ അത് വാവ് ചേർക്കുന്നത് രണ്ടക്ഷരം ഉള്ളൂ എന്ന് ഞാൻ എടുത്തു പറഞ്ഞതാണ് പക്ഷെ നമ്മൾ അബ് അഹ് ഇങ്ങനെ പഠിച്ചാൽ മതി അബനും അഹനും പിന്നെ 5 നാമങ്ങളാണ് അതുള്ളത് 5 നാമങ്ങൾ പിന്നീട് പഠിക്കുന്നതാണ് പഞ്ചനാമങ്ങൾ പഞ്ചക്രിയകൾ പഞ്ചനാമങ്ങൾ ഇതൊക്കെ പ്രത്യേകം പഠിക്കേണ്ട സംഭവമാണ് അത് നമ്മൾ പഠിപ്പിക്കും 5 നാമങ്ങൾ നമ്മൾ അഹും അബും പഠിച്ചിട്ടുണ്ട് അഹും അബും അപ്പൊ എന്താണ് വാവ് കൂടെ ചേർത്ത് വേണം പറയാം അഹൂന ഞങ്ങളുടെ സഹോദരൻ ഇബ്രാഹിമു അപ്പൊ അഹൂന എന്നതിന്റെ അഹൂന എന്നതിന് എന്ത് അടയാളമാണുള്ളത് അഹൂൻ എന്താണ് അടയാളമുള്ളത് ലമ്മ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അഹന് വാവ് കൊണ്ടാണ് ലമ്മ് ചെയ്യുക അല്ലാതെ ഹാന്റെ മൂലമുള്ള ലമ്മല്ല കാരണം നമ്മള് ഒരു വാക്കിന്റെ അന്ത്യത്തിലുള്ള അടയാളം ചോദിച്ചാൽ അതിന്റെ അവസാനത്തെ അക്ഷരത്തിന്റെ അടയാളമാണ് ചോദിക്കുന്നത് അവിടെ അഹു എന്നതിന്റെ അവസാനത്തെ അക്ഷരം വാവാണ് വാവ് കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് അവിടെ ലമ്മ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാരണം അഹ ആയതുകൊണ്ട് പഞ്ചനാമങ്ങളിൽപ്പെട്ട നാമമായതുകൊണ്ട് ദഹബമാഹ അഹൂന ഇബ്രാഹിമു അപ്പൊ അഹൂനായും അഹുവും ഇബ്രാഹിം തമ്മിലുള്ള ബന്ധം എന്താ അഹിന്റെ ബദലാണ് ഇബ്രാഹിം അഹൂന ഞങ്ങളുടെ സഹോദരൻ ആരാണ് ആ സഹോദരൻ അതായത് ഇബ്രാഹിം അപ്പൊ നമ്മൾ മലയാളത്തിൽ അർത്ഥം പറഞ്ഞാൽ ഇബ്രാഹിം എന്ന ഞങ്ങളുടെ സഹോദരനാണ് ആ ഉമ്മയോടൊപ്പം പോയത് അതെ സൈനബ് കൈഫ ഹാലുകുന്ന കൈഫ ഹാലുകുന്ന നിങ്ങളുടെ അവസ്ഥ എന്താണ് അപ്പൊ നമുക്ക് കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ അൽ ചേർത്ത് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഹാലുക്ക അല്ല പെണ്ണുങ്ങൾ പറയുമ്പോൾ ഹാലുക്കുന്ന എന്നാണ് പറയുന്നത് പെണ്ണുങ്ങൾ ഒരു പെണ്ണാണെങ്കിൽ ഹാലുക്കി ഹാലുക്കി യാ ഉഖ്തി സഹോദരി നിന്റെ ഹാൽ എന്താണ് കൈഫ ഹാലുക്കുന്ന യാ അഖവാതു സഹോദരിമാരെ നിങ്ങളുടെ ഹാൽ എന്താണ്
ഇതാഹുന്ന ആ പെണ്ണുങ്ങളിൽ ഒരാൾ നഹനു ബിഖൈരിൻ നേരത്തെ അന ബിഖൈരിൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഹിയ ബിഖൈരിൻ എന്ന് മാക്ക് സുഖമാണെന്ന് പറഞ്ഞു. ഇവിടെ എന്ത് പറഞ്ഞു? നഹനു ബിഖൈരിൻ ഞങ്ങൾ നല്ല അവസ്ഥയിലാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു ജനൻ ഫി അയ്യി മദ്രസത്തിൻ അൻതുന്ന ഫി അയ്യി മദ്രസത്തിൻ അൻതുന്ന ലേറ്റായി വന്ന ആരൊക്കെയാ? ലേറ്റായി വന്നവർക്ക് കാരണം പറയും. لم تأخرتم أو لم تأخرت أو لم تأخرتن ആരും താമസിച്ചൊന്നുമില്ലാന്ന് തോന്നുന്നു. ആരും വന്നില്ല. എല്ലാവരും നേരത്തെ വന്നാണ്. ഇല്ല, ഞാൻ 7:30 എത്തിയത്. ഞാൻ 7:30 നിങ്ങള് 7:30 ഇവിടെ 7:30 ആകുമ്പോ ഇവിടെ 9. മഗ്‌രിബ് കഴിഞ്ഞപ്പോ പള്ളിയിൽ ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് 7:30. ഞാൻ 7:30 ഉദ്ദേശിച്ചത്. അതെ ഞാൻ അവിടെ മഗ്‌രിബ് കഴിയുമ്പോഴത്തേക്ക് അവിടെ മഗ്‌രിബ് കഴിയുമ്പോ എത്ര മണിയാവും? അവിടെ മഗ്‌രിബ് കഴിയുമ്പോ ഇവിടെ എത്ര മണിയാവും? ഇവിടെ 6 മണിക്കാണ് ഇവരെ മഗ്‌രിബ് 6 മണിക്കോ? 6 മണിക്കാണ് മഗ്‌രിബ്. ഇവിടുത്തെ 6 മണിക്കാണ് മഗ്‌രിബ്. അല്ല, ഖത്തറിൽ 6 മണിക്കാണ് മഗ്‌രിബ്. ഓ, ഖത്തറിൽ 6 മണിക്കാണ്. ഖത്തറിൽ 6 മണിക്കാണ് മഗ്‌രിബ്. ഖത്തറിൽ 6 മണിക്ക് മഗ്‌രിബ്. അതായത് ഇവിടുത്തെ 7:30. 8:30. 6 2 8:30. ഓക്കെ. യുഎഇയില് 6:40 ആവും. 6:48 6:48. 6:48 ഇന്ന് 6:48. ഓക്കെ. അപ്പൊ കഴിഞ്ഞ വേഗം വരിക. നമ്മൾ ഈ ഉറക്കം ലേറ്റാക്കിയ പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് 8:30 തന്നെ തുടങ്ങാൻ വെച്ചത്. ഓക്കെ. അപ്പൊ ലേറ്റായി വന്നവർ ഇതിന്റെ ആമുഖം കേൾക്കുക കേട്ടോ. ആമുഖം വളരെ ഇമ്പോർട്ടന്റ് ആയ സംഭവം. ശരി. അൽഹംദുലില്ലാഹ്. സൈനബ് ഫി അയ്യി മദ്രസത്തിൻ അൻതുന്ന ഏത് മദ്രസയിലാണ് നിങ്ങൾ? അൻതുന്ന നിങ്ങൾ. സ്ത്രീകൾ ഏത് മദ്രസയിലാണ്? നിങ്ങൾ. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല. കാണുന്നുണ്ടെന്നാണല്ലോ കാണിക്കുന്നത്. അല്ല അത് കാണുന്നുണ്ട്. അല്ല കാണുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇത്. ടെക്സ്റ്റ് ബുക്ക് കാണുന്നുണ്ട്. ടെക്സ്റ്റ് നോക്കേണ്ടോ എന്നുള്ള ഉദ്ദേശത്തില ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കാണുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് അല്ല നോക്കുന്നത്, സ്ക്രീനാണ് നോക്കുന്നത്. സ്ക്രീനാണ് നോക്കുന്നത്. ഫി അയ്യി മദ്രസത്തിൻ അൻതുന്ന ഫി അയ്യി മദ്രസത്തിൻ. അയ്യ അറിയാമല്ലോ. അയ്യിന് ശേഷം അയ്യു ഷൈ വന്നാലും കസർ കൊടുക്കണം. അയ്യിന് ശേഷം അയ്യു ഷൈ. അയ്യു ഷൈ എന്ന് പറഞ്ഞാൽ എന്താ? ഏത് വസ്തു, ഏത് കാര്യം. അപ്പോ അയ്യിന് ശേഷം ഏത് പദം വന്നാലും അതിനെന്ത് ചെയ്യണം? കസർ കൊടുക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞ ശരിക്കും ആ സംഭവം എഴുതി വെച്ചേക്കണം. കബല ബഅദ അയ്യ്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതിനുശേഷം വരുന്നതിനെല്ലാം കസറ എന്ന് വിചാരിച്ച് ഇത് കസർ ചെയ്യുന്ന പദങ്ങളെന്ന് പറയൂല. ഇതിന് അത് നിർബന്ധ ഇളാഫത്താണ്. നിർബന്ധമായി ഇളാഫത്ത് ചെയ്യപ്പെട്ടാണ് വരിക. അപ്പൊ ഫി അയ്യി മദ്രസത്തിൻ അൻതുന്ന. അൻതുന്ന എന്നതാണ് നമ്മുടെ വിഷയം. അൻത നീ ഒരു പുരുഷൻ. അതെ. അൻത നീ ഒരു പുരുഷൻ. അൻതും നിങ്ങൾ പുരുഷന്മാർ. അൻതി നീ ഒരു സ്ത്രീ. അൻതുന്ന നിങ്ങൾ കുറെ സ്ത്രീകൾ. ഉസ്താദോട് ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അപ്പൊ ഈ മറ്റേ ഒരു ഔട്ട് ഓഫ് സിറ്റുവേഷൻ ആവുന്ന എനിക്ക് തോന്നുന്നു. എന്നാലും ഞാൻ ചോദിക്കും. നിങ്ങൾ
രണ്ടുപേർ, നിങ്ങൾ കുറെ പേർ, അങ്ങനെയുള്ള നിങ്ങൾ പ്രയോഗമല്ലേ പണ്ട് രണ്ടുപേരുടെ അറബി? കാര്യം ഇപ്പൊ പറയണ്ട. അതായത് നമ്മൾ ആ, അതാ ഞാൻ ഇവിടെ ചോദിച്ചത്. പഠിപ്പിക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് വളരെ വിദഗ്ധനായ ഒരു വ്യക്തിയാണ് ഇത് ഉണ്ടാക്കിയത്. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്കണം. ഡോക്ടർ വി അബ്ദുറഹീം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA പാസ്സായ ആളാ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്ത് ചെയ്തത്, അലിഗഡ് യൂണിവേഴ്സിറ്റി പോകുന്നത്. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നേരെ എന്തോ ഉപരിപഠനം നടത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് തോന്നിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അറബ് നാട്ടിൽ പോയി പഠിക്കണം. അങ്ങനെ അദ്ദേഹം ചെയ്തു, ഈജിപ്റ്റ് രാജാവിന് കത്തയച്ചു. അങ്ങനെ ഈജിപ്റ്റ് രാജാവിന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം അൽ അസർ യൂണിവേഴ്സിറ്റി പഠിക്കുന്നത്. അൽ അസർ യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തോന്നുന്നത് മദീന യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് പോകണം. അങ്ങനെ അദ്ദേഹം സൗദി രാജാവിന് എഴുതി, എനിക്ക് മദീന യൂണിവേഴ്സിറ്റിയിൽ ജോലി തരണം, ഇത്രയും പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മദീന യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ജോലി കിട്ടുന്നത്. ദീർഘകാലം ഏതാണ്ട് 10-40 വർഷം അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്തു. മദീന യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എത്തിയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത പണി എന്ന് പറയുന്നത്, താങ്കൾ ഒരു അനറബി ആണല്ലോ, ഒരു അനറബിയാണ് താങ്കൾ. ആ അറബിയിൽ താങ്കൾ എന്താ പറയുക, ആഴത്തിൽ പഠനം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യുക, അനറബികൾക്ക് അറബി പഠിപ്പിക്കാനുള്ള പുസ്തകം ഉണ്ടാക്കുക. ആരാ പറഞ്ഞേക്കുന്നത്? മദീന യൂണിവേഴ്സിറ്റി, ജാമിയ മദീന, ജാമിയ ഇസ്ലാമിയ ബിൽ മദീനത്തുൽ മുനവ്വറ, അതായത് ജാമിയ ഇസ്ലാമിയ എന്നാണ് അറിയപ്പെടുന്നത്, മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് കൊടുത്ത ദൗത്യം. അങ്ങനെയാണ് ഈ പുസ്തക പരമ്പര രചിക്കപ്പെടുന്നത്. അപ്പോ വിദഗ്ധനായ വ്യക്തി ആർക്ക് വേണ്ടിയാണ്? മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നത്. എന്നിട്ട് മദീന യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഏതൊരാൾക്കും അവിടുത്തെ ഭാഷ അറിയണമല്ലോ. യൂണിവേഴ്സിറ്റി അറബിക് മീഡിയമാണ് യൂണിവേഴ്സിറ്റി. അവിടെ ഇസ്ലാമിക വിഷയങ്ങളുമുണ്ട്, ഇസ്ലാമിക വിഷയങ്ങൾ അല്ലാത്തതുണ്ട്, ഇസ്ലാമികമല്ലാത്ത വിഷയങ്ങളുണ്ട്. നമ്മൾ സോക്കാൾഡ് ഇസ്ലാമിക എന്ന് പറയുന്നത്, ഇസ്ലാമിൽ എല്ലാ വിഷയങ്ങളും ഉണ്ട്, അത് വേറെ കാര്യം. നമ്മൾ മതം എന്ന് പറയുന്നത്, മതപരം എന്ന് പറയുന്നതും അല്ലാത്തതുമായ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ആ വിഷയങ്ങളൊക്കെ പഠിക്കാൻ വരുന്നവർക്ക് എന്ത് ചെയ്യണം? അറബി അറിഞ്ഞിരിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യും, ആദ്യം വരുന്നവരെ പ്രിപ്പയറേറ്ററി ക്ലാസ്സിൽ ഇരിക്കും അറബി പഠിക്കാൻ വേണ്ടി, അവർക്കുള്ള കോഴ്സാണ്. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ അറിവ് പഠിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ് ഇത്. അപ്പൊ ഇതെന്താണ്, ഒരു ഓർഡറിലാണ് പഠിപ്പിക്കുന്നത്. ഇതേപോലെ ഏറ്റവും എളുപ്പത്തിൽ പഠിപ്പിക്കാനുള്ളതാണ് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ സംവിധാനം. അത് വേറൊരു ഇന്ത്യക്കാരൻ തയ്യാറാക്കിയതാണ്. ഇത് രണ്ടുപേരും ഒരുമിച്ച് കണ്ടിട്ടുണ്ടാകാം, ഇല്ലായിരിക്കും. പക്ഷെ എനിക്ക് തോന്നിയത് ഇവർ രണ്ടുപേരും ഒരേ ആശയഗതിക്കാരാണ്. എന്തായാലും അദ്ദേഹം ഹൈദരാബാദിയാണ്, ഇദ്ദേഹം ചെന്നൈക്കാരനാണ്. ഈ പുസ്തകം എഴുതിയ ആള്, അറബി പുസ്തകം എഴുതിയ ആള് ചെന്നൈക്കാരനാണ്. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ എഴുതിയ ആള് ഹൈദരാബാദിയാണ്. എന്തായിരുന്നാലും അവിടെയും ദിവചനം മാറ്റി നിർത്തിയിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ ദിവചനം പതുക്കെ പഠിപ്പിക്കുള്ളൂ ഈ ദുറൂസ് ലോകത്തിൽ അറബി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ദിവചനം നമ്മൾ എടുത്തില്ലായിരുന്നു. നഹ്നുഫിൽ മദ്രസത്തിൽ മുത്തവസ്സിത്തത്തി. അപ്പൊ അവരിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ മദ്രസത്തിൽ മുത്തവസ്സിത്തത്ത്. അപ്പൊ മുത്തവസ്സിത്തത്ത്, ഉമ്മത്തൻ വസത്തൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉമ്മത്തൻ വസത്തൻ കേട്ടിട്ടുണ്ടോ? മധ്യമ സമുദായം. മധ്യമ സമുദായം. ഇത് ഞാൻ പറയുന്ന വാക്കുകളൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു ഖുർആൻ ഇന്നു മുതൽ നേരത്തെ ഉള്ള ശൈലി വിട്ടിട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഖുർആൻ വായിക്കുക. ഇതെന്താ എഴുതിയിരിക്കുന്നത്? ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ. അതായത് നമുക്ക് നിർബന്ധമായ കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറെ ആൾക്കാർ നിർബന്ധമായ കാര്യങ്ങൾ, ഫർള്, വാജിബ്, സുന്നത്ത്, മുസ്തഹബ്, അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു തരാത്ത ഒരു വാജിബായ കാര്യമാണ് ഖുർആൻ മനസ്സിലാക്കണം. ഇതാരെങ്കിലും വാജിബാന്ന് പറഞ്ഞു നമുക്ക്? ഇല്ല. അപ്പൊ ഇന്നുപോലെ മനസ്സിലാക്കിയോ ഇത് വാജിബാണ്. നമ്മള് നോഹറിന് മുമ്പ് സുന്നത്ത് നമസ്കരിക്കല് എന്താണ്? വാജിബാണോ, ഫർളാണോ, മുസ്തഹബാണോ? അത് ഫർദിന്റെ അടുത്ത സ്ഥാനമുള്ളതാണ്. അതിനാണ് എന്ത് പറയുന്നത്? വാജിബ് എന്ന് പറയുന്നത്. എല്ലാവരും റമദാൻ മാസത്തില്
29 അല്ലെങ്കിൽ റമദാൻ മുഴുവൻ നോമ്പെടുത്തു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? സുമ്മ അത്ബഅഹു സിത്തൻ, 6 പിടിച്ചു. ആ 6 പിടിച്ചു കിട്ടാൻ കാണിച്ച ശുഷ്കാന്തി ഖുർആൻ മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് കാണിക്കാത്തത്? ശരിയാണ് ഉസ്താദ്. ഇവിടെയാണ് നമ്മുടെ മതചിന്ത എന്ന് പറയുന്നത് എന്തായി പോകുന്നത്? നിർജീവമായി പോകുന്നു. നമ്മളെ മതബോധം എന്താണ്? നിർജീവ മതബോധമാണ്, സജീവ മതബോധമല്ല. അതായത് അതിനേക്കാൾ വാജിബാണ് ഖുർആൻ മനസ്സിലാക്കുക എന്നത്. ഖുർആൻ മനസ്സിലാക്കാതെ വായിക്കുക എന്നത് ഖുർആനോട് ചെയ്യുന്ന ഒരു അവഹേളനമാണ്. ഖുർആനോട് ചെയ്യുന്ന നമ്മൾ ഖുർആൻ കത്തിച്ചു കളഞ്ഞ ആളോട്, ഖുർആനിൽ ചവിട്ടി കയറിയ ആളോടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കയർത്ത് സംസാരിക്കും, നിങ്ങൾ എന്താ ചെയ്തത്. പക്ഷെ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആനിൽ ചവിട്ടാനോ ഖുർആനിൽ അവഹേളിക്കാനോ കഴിയില്ല, കത്തിക്കാനോ കഴിയില്ല. ഖുർആൻ എന്ന് പറയുന്നത് ഫീ ലൗഹിൻ മഹ്ഫൂസ്, സുരക്ഷിതമായ പലവിധത്തിലുള്ളതാണ്. അത് അന്നേ പറഞ്ഞു വെച്ചതാ. ഖുർആൻ ഫീ ലൗഹിൻ മഹ്ഫൂസ്, അത് സേഫ് ആയിട്ടുള്ള, എവിടെയാണുള്ളത്? സേഫ് പ്ലേറ്റിലാണുള്ളത്, സേഫ് ഗാർഡഡ് പ്ലേറ്റിലാണുള്ളത്, സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ട പ്ലേറ്റിലാണ്. അതിനെ അവഹേളിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഖുർആൻ അർത്ഥമറിയാതെ വായിച്ചു പോയാൽ ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്കറിയാം എന്താ പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ആ ശൈലി മാറ്റുക. നമുക്ക് തീർച്ചയായിട്ടും ഖുർആൻ മനസ്സിലാകും എന്ന രീതിയിൽ വേണം വായിക്കാൻ. ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ. എനിക്ക് ഖുർആൻ മനസ്സിലാകും. ഞാൻ ഇത്ര നാൾ അറിവ് പഠിച്ചില്ലേ? ഖുർആൻ എടുത്ത് വായിച്ചു, ഖുർആനിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മോർ ദാൻ 60% യുനോ. ആർക്കെങ്കിലും ഖുർആൻ 60% മനസ്സിലാവുന്നില്ല എങ്കിൽ എന്റെ അടുത്ത് പറയും, ഞാൻ നിങ്ങൾക്ക് അറിയുന്ന 60% വാക്കുകൾ അയച്ചുതരാം. ഫാത്തിഹയോട്ട് തുടങ്ങാല്ലേ ഉസ്താദേ വായന? ഫാത്തിഹയോട്ട് വായന തുടങ്ങിയോ? ഫാത്തിഹയോട്ട് തുടങ്ങിയാലും ബക്കറ തുടങ്ങിയാലും എല്ലാം കണക്ക് തന്നെ. കേട്ടാ, ഇന്ന് വരെ ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കി വായിക്കുക. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഖുർആനിലെ 60% അറിയാം. അപ്പൊ നമ്മൾ സ്റ്റക്കായ എന്ത് ചെയ്യും? വായിക്കുമ്പോ സ്റ്റക്കായ അത് വിട്ടിട്ട് അടുത്ത് നോക്കണം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മിൻഹു ആയാത്തുൻ മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബ്. ഖുർആനിൽ എന്തുണ്ട്? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സൂക്തങ്ങളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, ആ സൂക്തങ്ങളാണ്. ഹുന്ന പറഞ്ഞല്ലോ, ഹുന്ന ഉമ്മുൽ കിതാബ്, ആ സൂക്തങ്ങളാണ് ഖുർആന്റെ കാതൽ. അപ്പൊ അത് നമുക്ക് മനസ്സിലാവും അല്ലേ? ഇപ്പൊ പഴയ പോലല്ല, മനസ്സിലാവണൊക്കെ ഉണ്ട് ഇപ്പൊ. അത് ഈ ക്ലാസ് കൊണ്ട് കിടക്കുന്നതാണ്. അതെ, പക്ഷേ നിങ്ങൾ മനസ്സിലാകാതെ വായിക്കാനേ പാടില്ല. ഖുർആൻ മനസ്സിലാകാതെ വായിക്കാനേ പാടില്ല. നിങ്ങൾ പാരമ്പര്യത്തിന് വിടാനുള്ള മടിയാണ് അതാ സംഭവം. പാരമ്പര്യത്തിന് വിടാനുള്ള മടിയാണ്. എന്താ പറയുക? അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിങ്ങൾ സ്വയം മാറാത്തിടത്തോളം കാലം അള്ളാഹ് നിങ്ങളെ മാറ്റില്ല. നമ്മൾ ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്ന ഗ്രൂപ്പുകളുടെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഗ്രൂപ്പിന്റെ ലോക ചേഞ്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ചേഞ്ച് ആയെങ്കിൽ മാത്രമേ ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലാവൂ. ചേഞ്ച് ആകാൻ വേണ്ടി ഒരുപാട് സംഗതികൾ നമ്മൾ വാട്സപ്പ് ക്ലാസ്സിൽ വരുന്നുണ്ട്. അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ വാട്സപ്പ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ചേഞ്ച് ആകാനുള്ള ഒരുപാട് സംഗതികൾ വരുന്നുണ്ട്. എനിവേ, ഞാൻ ഇപ്പൊ പറഞ്ഞത്, നിങ്ങൾക്ക് ഖുർആന്റെ 60% മനസ്സിലാകും. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ട്, എനിക്ക് 60% അറിയില്ല എന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയുന്ന 60% വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക, എനിക്ക് 60% അറിയില്ല. ഓക്കെ. അപ്പൊ നഹ്നു മദ്രസത്തിൽ മുത്തവസ്സിത്തത്തി, ഞങ്ങൾ എവിടെയാണ്? ഉമ്മത്തൻ വസത്തൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ മുത്തവസ്സിത്തത്ത്, മദ്രസത്ത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് മുത്തവസ്സിത്തത്ത് എന്ന് പറഞ്ഞത്. മധ്യമമായ, മിഡിൽ. ഞങ്ങൾ മിഡിൽ സ്കൂളിലാണ്. മദ്രസത്തിൽ മുത്തവസ്സിത്തത്ത് എന്ന് പറയുന്നത് മിഡിൽ. അവർക്ക് അങ്ങനെ യൂസേജ് ഉണ്ട്. കാരണം അവരുടെ സെക്കൻഡറി തീരുന്നത് 12ാം ക്ലാസ്സിലാണ്. സെക്കൻഡറി 12ാം ക്ലാസ് ചേരുന്നുണ്ട്. 7, 8, 9 ആണെന്ന് എനിക്ക് തോന്നുന്നു. 7, 8, 9 അല്ലെങ്കിൽ 8, 9, 7, 8, 9 ആയി. അത് മിഡിൽ സ്കൂൾ എന്നാണ് പറയുന്നത്. അപ്പം മിഡിൽ സ്കൂളിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. നഹ്നു മദ്രസത്തിൽ മുത്തവസ്സിത്ത്. സൈനബ്, മത ഇഖ്തിബാറുകുന്ന. അപ്പൊ മത്ത കഴിഞ്ഞിട്ട് ഇഖ്തിബാറാണ് വാക്ക്. ഇഖ്തിബാർ മീൻസ് എക്സാമിനേഷൻ. ഇഖ്തിബാർ എക്സാമിനേഷൻ.
ഇഖ്തിബാർ എക്സാമിനേഷൻ. മുഖ്തബർ എന്ന് പറഞ്ഞാൽ ലബോറട്ടറി. മുഖ്തബർ ലബോറട്ടറി. ഇഖ്തിബാർ പരീക്ഷണം നടക്കുന്ന സ്ഥലം, പരീക്ഷണശാല, ലബോറട്ടറി. മുഖ്തബർ. പരീക്ഷ എന്നാണോ പരീക്ഷണം എന്നാണോ? ഇഖ്തിബാർ പരീക്ഷ. ആ. പിന്നെ കോമൺ യൂസേജിലുള്ള ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത്. മുഖ്തബർ എന്ന് പറഞ്ഞാൽ ലബോറട്ടറി പറയുന്ന വാക്കാണ് മുഖ്തബർ. നിങ്ങൾ ബോർഡൊക്കെ നോക്കണം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ബോർഡ് അറബിയിലാണോ വായിക്കുന്നത്, ഇംഗ്ലീഷിലാണോ വായിക്കുന്നത്? അറബിയിലെ വായിക്കുക. ഇംഗ്ലീഷ് നിങ്ങൾ കണ്ടതായിട്ട് നൽകരുത്. ഇല്ലല്ല, ഇംഗ്ലീഷ് മാറ്റി. അറബിയിലെ ബോർഡേ വായിക്കുക. അതേപോലെ നിങ്ങൾ ബാങ്കിൽ അതുപോലെ പോസ്റ്റ് ഓഫീസിലേക്ക് ചെന്നാൽ അവർ ലീഫ്ലെറ്റോ ബുക്ക്ലെറ്റോ എന്തെങ്കിലും അവിടുത്തെ ഇൻഫർമേഷൻ എന്തെങ്കിലും തന്നാലും നിങ്ങൾ അറബി വായിച്ചു നോക്കണം. രണ്ട് ലാംഗ്വേജ് തരും. ഞങ്ങൾ സൗദിയിൽ ഉണ്ടായിരുന്നത് ഒരു പേജിൽ അറബി, ഒരു പേജിൽ ഇംഗ്ലീഷ് ആയിരിക്കും ഉണ്ടാകും. ചിലപ്പോൾ UAE പഠിച്ച പക്ഷേ ചിലപ്പം അറബിക്ക് വേറെ ലീഫ്ലെറ്റും ഇംഗ്ലീഷിന് വേറെ ലീഫ്ലെറ്റും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിന് ലീഫ്ലെറ്റ് വാങ്ങിക്കുക, അല്ല അറബി ലീഫ്ലെറ്റ് വാങ്ങിക്കുക. മനസ്സിലായില്ലെങ്കിൽ മാത്രം ഇംഗ്ലീഷ് ലീഫ്ലെറ്റ് വാങ്ങിയാൽ മതി. അതേപോലെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾ അറബിയിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ടാവും. മുമ്പ് അവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം, ഇമിഗ്രേഷൻ. ഇപ്പൊ ഫോം ഫില്ല് ചെയ്യുന്നില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ഫോം ഫില്ല് ചെയ്യും ഇവിടെയും ഇല്ല, അവിടെയും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഫോമുകൾ കുറവാണ്. പക്ഷേ എവിടെയെങ്കിലും നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് 2 ലാംഗ്വേജ് ഉണ്ടാവും. അറബി വായിച്ചു നോക്കുക നിങ്ങൾ. മനസ്സിലായില്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് വായിച്ചു നോക്കും. അപ്പം ലാംഗ്വേജുമായിട്ട് ടച്ച് ഉണ്ടാവും. ഇനി ഇഖ്തിബാറു കുന്ന കിതാബു കുന്ന എന്ന് പറഞ്ഞ പോലെ ഇഖ്തിബാറു കുന്ന. അപ്പൊ ഇഖ്തിബാറിന്റെ അലിഫ് എന്താണ്? ഹംസത്തുൽ വസ്ലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മത്തായോട് ചേർത്ത് കളഞ്ഞിട്ട് വേണം വായിക്കാൻ. ഇഖ്തിബാറു കുന്ന, നിങ്ങളുടെ എക്സാമിനേഷൻ എപ്പോഴാണ്? യഹ്ദാഹുന്ന, ആ പെണ്ണുങ്ങളിൽ ഒരാൾ. ഇഖ്തിബാറുന, ഞങ്ങളുടെ എക്സാമിനേഷൻ. അപ്പൊ ഇവിടെ ഇഖ്തിബാർ കുന്നയില് എന്താണ്? ആ ഹംസത്തുൽ വസ്ലിന്റെ യൂസേജ് കൂടി നമ്മൾ പഠിക്കണം. മത്തായോട് ചേർത്ത് വായിച്ചാൽ ഹംസത്തുൽ വസ്ൽ പോകും. ആ ഇഖ്തിബാർ തുടങ്ങിയാൽ ഈ കൊടുത്ത് വായിക്കണം. ഇഖ്തിബാറുന, ഞങ്ങളുടെ എക്സാമിനേഷൻ. ബഅദ ശഹ്രിൻ. അപ്പൊ ബഅദയുടെ ബഅദിൽ വരുന്ന കുല്ലിനും കസ്റായിരിക്കും. കുല്ലിന്റെ ശേഷം വരുന്ന കുല്ലിനും കസ്റായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? കുല്ലിന്റെ ശേഷം വരുന്ന കുല്ലിനും കസ്റായിരിക്കും. ബാധയുടെ ബാധിന് വരുന്ന കുല്ലിനും കസ്റായിരിക്കും. കസറിന്റെ ഉപയോഗമാണ് ഇപ്പം കൂടുതലല്ലേ ഭാഷയില്? അങ്ങനെയല്ല, നമ്മളിപ്പൊ പാഠത്തിൽ പഠിക്കാനുള്ള ചില പോയിന്റുകൾ ഇവിടെ എടുത്ത് പറയുന്നതാണ് എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഗ്രാമർ കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് അങ്ങനെയാണ് എന്ന്. അങ്ങനെയല്ല, എല്ലാം ഉണ്ട്. സൈനബ് അദഹബതുന്ന, അപ്പോ ക്രിയയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ദഹബ, അവൻ പോയി. ഷഹറിൻ എന്ന് പറഞ്ഞാൽ ഷഹർ മാസം. പാട്ടിലുണ്ട്, മാപ്പിളപ്പാട്ടിലുണ്ട് ഷഹർ. അല്ല, അത് എനിക്കറിയാവുന്ന വാക്ക്. പക്ഷെ വേറെ കോനമറാൽ മക്കാവ് വിട്ടു നബി, അവിടെയുണ്ട് ഷഹർ. അപ്പൊ ഷഹർ പ്രത്യേകിച്ച് മലബാറികൾക്ക് പറഞ്ഞ മനസ്സിലാക്കേണ്ട, പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഷഹർ റമദാൻ വേറെ, ഷഹർ ഇതൊക്കെ അവിടെ ഫേമസ് ആണ്. അല്ലേ? നിങ്ങൾ തൃശ്ശൂരാണല്ലേ? തൃശ്ശൂർ. നിങ്ങള് അപ്പൊ എന്താണ് മധ്യ കേരളത്തിന് എന്താ പറയാ? മധ്യ കേരളമാണ് തൃശ്ശൂർ. സ്റ്റേറ്റ് ആണല്ലേ? ഞാൻ പറയാണ്, സ്റ്റേറ്റിന്റെ കൂട്ടത്തിലാണുള്ളത്. സ്റ്റേറ്റുകാരനാണെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് അല്ല, തിരുവിതാംകൂർക്കാരനാണോ? മലബാറുകാരെന്ന് പറയും. മലബാറുകാര് സ്റ്റേറ്റുകാർ. മലബാറിന്റെ സ്റ്റേറ്റുകാരെന്ന് പറയില്ല. സ്റ്റേറ്റുകാരെന്ന് പറയില്ല.
തൃശ്ശൂർക്കാരെ പിന്നെ എന്താ പറയല്? നിങ്ങൾ തൃശ്ശൂരാണ്? അല്ല ഞങ്ങള് മലബാറല്ലേ. കോഴിക്കോട് തന്നെ. അല്ല ഞങ്ങള് മണ്ണാർക്കാടിലൊക്കെ അതൊക്കെ മലബാർ. എറണാകുളത്തിന് ഒക്കെ ശേഷം മലബാറാണ് അപ്പുറമാണ്. മലബാർ. എറണാകുളത്തിന് അപ്പുറമുള്ളതാണ് സ്റ്റേറ്റ് പേര് അല്ല തൃശ്ശൂരിന്റെ ഭാഗം തന്നെ ഉണ്ട്, തിരുകൊച്ചി ഭാഗം ഉണ്ട്. തിരുക്കൊച്ചിയുടെ ഭാഗമാണ്, അതെല്ലാം സ്റ്റേറ്റിൽ പെട്ടതാ. എനിവേ, മലബാർ കുന്നംകുളം കഴിഞ്ഞിട്ട് വടക്കോട്ടാ ശരിക്ക്. ശരി, എന്തെങ്കിലും ഒരു തീരുമാനം എത്താം നമുക്ക്. എന്തായാലും ഫരീദ് സാഹിബ് അവിടെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അദ്ഹബത്തുന്ന ഇലൽ മദ്രസത്തി യൗമ. അപ്പൊ ബാദ ഷഹീർ, ബാദയുടെ ശേഷം വന്നുകൊണ്ട് ഷെഹറിന് കസറുണ്ട്. അദ്ഹബത്തുന്ന, അപ്പൊ ക്രിയയുടെ രൂപം വന്നു. റഹബ അവൻ പോയി, റഹബത്ത് അവൾ പോയി, റഹബത്ത നീ പോയി, റഹബത്തി നീ ഒരു സ്ത്രീ പോയി, റഹബത്തും നിങ്ങൾ പുരുഷന്മാർ പോയി, റഹബത്തുന്ന നിങ്ങൾ സ്ത്രീകൾ പോയി. അദ്ഹബത്തുന്ന നിങ്ങൾ പോയോ, സഹോദരിമാരെ നിങ്ങൾ പോയോ, ഇലൽ മദ്രസത്തിൽ സ്കൂളിൽ, അൽ യൗമ ഇന്ന്. ഇന്ന് നിങ്ങൾ സ്കൂളിൽ പോയായിരുന്നോ കുട്ടികളെ? ഇഹ്ദാഹുന്ന അവരിൽ ഒരാൾ. നഅം ദഹബന വറജഅന. ഇതിലെന്താ പഠിക്കാനുള്ളത്? ഞങ്ങൾ പോയി മടങ്ങി. ദഹബന വറജഅന, ഇതിലെന്താ പഠിക്കാനുള്ളത്? പെണ്ണുങ്ങളാണ് പറയുന്നത്. പെണ്ണുങ്ങൾ പറഞ്ഞാൽ ആണുങ്ങൾ പറഞ്ഞാലും ദഹബന പോലുള്ള ക്രിയയിൽ എന്താണ്? പെണ്ണുങ്ങൾ പറഞ്ഞാലും ആണുങ്ങൾ പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ക്രിയാരൂപത്തിൽ പെണ്ണുങ്ങൾ പറഞ്ഞാലും ആണുങ്ങൾ പറഞ്ഞാലും ഒരേ രൂപമാണ്. ദഹബത്തു എന്നൊരു സ്ത്രീ പറഞ്ഞാലും ഒരു പുരുഷൻ പറഞ്ഞാലും ദഹബത്തു തന്നെയാണ്. ദഹബന എന്ന് ഒരു സ്ത്രീ, ദഹബന എന്ന് പെണ്ണുങ്ങൾ പറഞ്ഞാലും പുരുഷന്മാർ പറഞ്ഞാലും ഒരേപോലെയാണ്. ദഹബന. അതേപോലെ റജഅന മടങ്ങി. ദഹബ പോയി, റജഅ മടങ്ങി. ദഹബയുടെ ഓപ്പോസിറ്റ് ആണ് റജഅ. ദഹബ പോയി, റജഅ മടങ്ങി. ഓക്കെ, എന്താ ഡൗട്ടുകള്? ഇല്ല. ഒരു സംശയം ഉസ്താദെ. പറയും. ഇപ്പൊ ബാഴതക്കും കബലക്കും ശേഷം കസർ വരുന്നതിനാ പറഞ്ഞത്. അതെ, ബാഴതയ്ക്കും കൊല്ലിന് ശേഷം കബലക്കും. ബാഴത, കബല, കുല്ല്, അയ്യ് എന്ന് പറഞ്ഞ് 4 ഉണ്ട്. ഇവിടെ നമ്മള് ബാഴത ബുക്ര എന്ന് പറയുമ്പോ ബാഴത ബുക്രയോ? ബാഴത ബുക്ര എന്ന് പറയുമ്പോൾ ബുക്ര തിന്നാണ്. അത് നമ്മൾ സംസാരത്തിൽ പറയുമ്പോൾ അവസാനത്തെ വാക്കില് ഹായുള്ള വാക്കൊന്നും പറയുന്നില്ല. താഴെയുള്ള വാക്കൊക്കെ ഹായായിട്ടാണ് പറയുന്നത്. അപ്പോ അതെന്തെയാണ്? ഹായ് ബുക്ര, ബുക്രത്തൻ വാസീലായില്ലേ? പ്രഭാതത്തിലും പ്രദോഷത്തിലും. ആ പ്രഭാതമാണ് എന്ത് ചെയ്ത് ബുക്ര എന്ന് നാളെ നടത്തുന്നതിന് ഉപയോഗിക്കുന്നത്. ബുക്രത്തൻ വാസീല. അപ്പൊ എന്താ? ബാധ ബുക്ര തിന്നാണ്. അപ്പൊ സ്പോക്കണും ഇതുമായിട്ട് കമ്പയർ ചെയ്യണ്ട. സ്പോക്കണിലെ അവസാനത്തെ അടയാളം പറയുന്നില്ല. എല്ലാം സുക്കൂനാക്കിയാ പറയുന്നത്. എല്ലാ വാക്കും, ഓരോ വാക്കും സുക്കൂനാക്കിയാ പറയുന്നത് പലപ്പോഴും. അപ്പൊ ഇനി ഇതിലുള്ള എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തം എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത 7 ദിവസത്തിനകം നിങ്ങൾ പുസ്തകം പാഠം വായിച്ചു പഠിക്കണം. മാത്രമല്ല ഇതിലുള്ള എക്സസൈസും കംപ്ലീറ്റ് ചെയ്യും. ഇതിന് പിന്നീട് എന്തില്ല, ഒരുപാട് ചർച്ചയൊന്നും പിന്നീടില്ല. ഓക്കെ ആണോ? ഓക്കെ ആണോ? അതിനെ ബൈത്ത് പുന്ന നെല്ലിന്റെ ആൻസർ ഇതിലുണ്ടോ?
അതിന് ബൈത്തുക്കുഞ്ഞിയുടെ ആൻസർ ഇല്ലേ? മൂന്നാമത്തെ മൂന്നാമത്തേത് അതന്നെ ആ തമാരീൻ. എക്സസൈസ് ഫസ്റ്റത്തെ എക്സസൈസ് തമാരീൻ. ആ അതിനെ ബൈത്തുക്കുഞ്ഞ ഉം. അതിനെ ബൈത്തുക്കുഞ്ഞ എന്ന് ചോദിച്ചാൽ എന്താ പറയണം? മറുപടി പറഞ്ഞു. നിങ്ങൾ സ്ത്രീകളുടെ അതിനെ ബൈത്തുക്കുഞ്ഞ സ്ത്രീകളുടെ വീട് എവിടെ? അവിടെ അതിനെ ആ, ബൈത്തുക്കുഞ്ഞ അല്ല, അല്ല ആക്കുമോ? അവിടെ ബൈത്തുന എന്ന് പറയണ്ടേ? ആ ബൈത്തുന ബൈത്തുന എന്ന് ഫി പറയും. കാലിക്കൂത്ത്, ബൈത്തുന ഫി റിയാദ്, ബൈത്തുന ഫി എവിടെയാണ് ദോഹ, ബൈത്തുന ഫി അബുദാബി, ബൈത്തുന ബൈത്തുന ഫി ഫിൽ ഖർത്തൂം. ഈ ഇവിടെ കേരളക്ക് കൈരളാന്നാ എന്താ? കൈരല, ഈ കൈരല ലാ ഇല്ലല്ലോ അറബിയിൽ, അപ്പൊ ലാ പറയണം. കൈരല്ല ലാമ വരും അല്ലേ? കൈരല, കൈരല. ബൈത്തുന ഫി വിലായത്ത് കേരള, ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. വിലായത്ത്. അപ്പൊ വിലായത്ത് സ്റ്റേറ്റ്. വിലായത്ത് താ ഹാത്യ വാത്യ. വിലായത്ത് ഹാത്ത. طيب പിന്നെന്താ പ്രശ്നം? ഞാൻ മുസ്കിൽ. ഇവിടെ പുസ്തകത്തിലില്ലെങ്കിൽ എന്ത് ചെയ്യാ? പുസ്തകത്തിലുണ്ടെങ്കിൽ പുസ്തകത്തിലുള്ള ഉത്തരം പറയാം, പുസ്തകത്തിലില്ലെങ്കിൽ സ്വന്തം ഉത്തരം പറയാം. ഇവിടെ ആ ദഹബത്തുന്നയിലെ മദ്രസത്തിൽ യോമാന്ന് ചോദിച്ചത് പുസ്തകത്തിലുള്ള വാക്കായി. അതിനെ ബൈത്തുകുന്ന എന്നുള്ളത് ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സ്വന്തം ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ. തിബായിന്റെ സ്ത്രീലിംഗം എന്താണ്? ഏത്? അതിബാ. അതിബ സ്ത്രീലിംഗമായിട്ടും പുല്ലിംഗമായിട്ടും ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ? സ്വബീബ. സമീപത്തൊന്നും വേണമെങ്കിൽ പറയാം, പക്ഷെ അതിബാന് സ്ത്രീലിംഗവും പുല്ലിംഗവും ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ലേ? സ്വയമായി. വേറെ എക്സർസൈസ് ചോദിക്കുന്ന മുറക്ക് എഴുതിയാ പോരെ? സൊസൈറ്റി ചോദിക്കുന്നവർക്ക് എഴുതാൻ, ചോദിക്കുന്നവരെ കാത്തിരിക്കണ്ട, എഴുതി വെച്ചോളൂ. ആ എഴുതി വെച്ചു. ടീച്ചർ ഏതുവരെയാണ് ഏതൊക്കെ ഉസ്താദ് എക്സസൈസ് ചെയ്യണ്ടേ? ഇതുവരെ ഇതുവരെ ഇവിടെ എല്ലാം റിവിഷൻ കഴിഞ്ഞില്ലേ? താഴെ ഉമ്മുൻ ഇവിടെ വരെ. തമാരീനൊന്ന് കാണണ മാത്രം എഴുതി വിട്ടാ പോരെ? അല്ല പേജ് നമ്പർ മറ്റേ 80 ഹാത്തി ജമൽ കലിമാത്തിൽ ആത്തിയ ഉമ്മുൻ അബുൻ ഇമ്രത്തുൻ 80 അവിടെ വരെ എത്തിയിട്ടുള്ളൂ. സമാനീനോ? 80 വരെ എത്തിയിട്ടുള്ളൂ. 80 വരെ എത്തിയിട്ടുള്ളൂ. അവിടെ ഇസ്മുവിന്റെ അവസാനം ഇസ്മുനാണ്, അതിന്റെ ബഹുവചനം ജമ അസ്മാഉൻ അവിടെ വരെ എഴുതിയേക്കണം. ഓക്കെ, അപ്പം വരട്ടെ, അത് തുടർന്ന് വരട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ ഇത് റെഡിയാക്കി വെച്ചേക്കുക. അത് ഓൾറെഡി സെൻഡ് ചെയ്ത്. ഇത് എഴുതി വെച്ചേക്കുക. ഓക്കെ. കാരണം ഇത് എഴുതി വെക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല്, ഇത് എഴുതി വെക്കാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇത് ഓർമ്മയുണ്ടാവും എന്താണ് ഞാൻ പറഞ്ഞത്. ഉടനെ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഫില്ല് ചെയ്യാവുന്ന ടെക്സ്റ്റ് ഫില്ല് ചെയ്യാം, അല്ലാതെ നോട്ട്ബുക്കിൽ എഴുതാവുന്ന നോട്ട്ബുക്കിൽ എഴുതാം. ടെക്സ്റ്റ് ഫില്ല് ചെയ്താലും ടെക്സ്റ്റ് ഫില്ല് ചെയ്താൽ എൻ്റെ കോപ്പി ഇട്ടാലും മതി. നമുക്ക് എളുപ്പത്തിൽ പണി നടക്കണം. അപ്പൊ കുത്തുബന്ധം കാണാൻ മാത്രം ചെയ്താ പോരെ ഉസ്താദെ? ഉക്തുബ് എന്ന് പറയുന്നത് മാത്രം എഴുതിയാൽ മതിയെന്നോ? അപ്പൊ അജിബ് എന്ന് പറഞ്ഞ എന്താ വേണ്ടത്? ഉത്തരം എഴുതുക. അജിബ് എന്ന് പറഞ്ഞാൽ ഉത്തരം എഴുതുക. അപ്പൊ അന്യസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അന്യസ് എന്തോ? അന്യസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ചോദ്യം. അന്യസ് സ്ത്രീലിംഗമാക്കുക. മുമ്പ് പല ഹെഡിങ്ങും വന്നിട്ടുണ്ട്. അന്യസ് സ്ത്രീലിംഗമാക്കുക. അൽ മുബ്തദ ബിഗിനിങ് പാർട്ട്. ഇത് ആദ്യമായിട്ട് വരുന്നതാണ് അന്യസ്. വേറെ മുമ്പ് ആദ്യമായിട്ടൊന്നും ഇപ്പൊ മനസ്സിലാക്കിയോ? അന്യസ് എന്റെ ഓർമ്മയിൽ നേരത്തെ വന്നിട്ടുണ്ട്. അന്യസ് സ്ത്രീലിംഗമാക്കുക. അൽ മുബ്തദ ബിഗിനിങ് പാർട്ട്. ഫീ കുല്ലിൻ മിനൽ ജുമലിൽ ആതിയത്തി. ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ്.
അതേപോലെ ഹവ്വിലുൽ ലമീറ. അപ്പൊ എന്ത് ചെയ്യണം? അത് എഴുതണ്ടേ? ഹവ്വിലുൽ ലമീറ. ഹവ്വിൽ മീൻസ് കൺവെർട്ട്. പ്രോനോൺ, കൺവെർട്ട് ദ പ്രോനോൺ. അപ്പൊ ഇവിടെ ബൈത്തുക്കുന്ന, ബൈത്തുക്കും എന്നുള്ളത് ബൈത്തുക്കുന്ന ആക്കണം. അപ്പൊ അഹൂക്കും അഹൂക്കുന്ന. പിന്നെ ലാഇഫിൽ അമാക്കിൻ എന്ന് പറഞ്ഞാൽ, ലാഇഫിൽ അമാക്കിൻ എന്ന് അവിടെ വെക്കുക എന്ന് പറഞ്ഞാൽ എടുത്തു വെച്ചാൽ മതിയോ? എഴുതണം. അല്ല, അപ്പൊ ടൈറ്റിൽ വായിച്ചാൽ മനസ്സിലാവല്ല, അതാണ് പ്രശ്നം. മനസ്സിലാക്കണം. മനസ്സിലാകാത്തത് ഗ്രൂപ്പിൽ ഇടുക, എനിക്കിത് മനസ്സിലായില്ല. ആ ലാഇഫാകുന്ന വാക്കൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്. ലാഇ മീൻസ് ഫിൽ ഓർ പുട്ട് എന്ന അർത്ഥമാണ്. ലാ എന്ന് പറഞ്ഞാൽ പുട്ട്. വല വെച്ചു. ലാ ലാ നീ വെക്കൂ. ഇപ്പൊ എല്ലാ ഹെഡിങ് പറഞ്ഞേ. ഇവിടെ ലമീർ മുത്തസിൽ വെക്കണം. ഇവിടെ ലമീർ മുത്തസിൽ അല്ലാത്തത് അൻറ്റ് അൻതും അൻറ്റി അൻതുന്നെ വെക്കണം. ഇവിടെ കീ കുന്ന, കാക്കും കീ കുന്ന ഏതെങ്കിലും വെക്കണം. യാ ഇഖ്വാന് വരുമ്പോ ബൈത്തുക്കും, യാ അഹമ്മദ് വരുമ്പോ ബൈത്തുക്ക, ജമീലത്തുൻ യാ ലൈല അപ്പൊ സാഅത്തുക്കി. മൻ അബൂക്കി യാ മൻ അബൂക്കും, മൻ അബൂക്കുന്ന യാ അഖവാത്തു. ഓക്കെ, അതേപോലെ ഓരോന്ന് മാറ്റി മാറ്റി എഴുതണം. പിന്നെ അന നഹനു, അനയും നഹനും മാറ്റി എഴുതണം. അനയും നഹനും, അന വേണ്ടടുത്ത് അന എഴുതണം, നഹന് വേണ്ടത് നഹന് എഴുതണം. ഇക്ര വക്തുവാണ്. നമുക്ക് റഷീദ് സാർ പറഞ്ഞ പോലെ അല്ല. ഇക്ര വക്തും എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ എക്സസൈസ് ഇല്ല, അത് കോപ്പി എഴുതാനുള്ളതാണ്. വായിച്ച് എഴുതാന്ന് പറഞ്ഞാൽ അത് കോപ്പി എഴുതാനുള്ളതാണ്, എക്സസൈസ് ഇല്ല അതില്. ഇക്ര വക്തും എന്നത് കോപ്പി എഴുതാനുള്ളതാണ്, വായിച്ച് എഴുതുക. അത് നോട്ട്ബുക്കിൽ എഴുതി പഠിക്കാനല്ലേ? അതെ, അതെന്താണ് കോപ്പി എഴുതുക. അതായത് എഴുതി പഠിക്കാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാല്, ഒന്ന് ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ, നമ്മൾ എഴുതുന്നത് തലച്ചോറിപ്പതിയും. മറ്റൊന്നെന്താണ്, ഇവിടെ വായിക്കുകയും എഴുതുകയും ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഹർക്കത്ത് ഇട്ടാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ ശക്രികൾ ഇട്ടാണ് എഴുതേണ്ടത്. അതായത് ശക്രി ഇല്ലാതെ എഴുതാനല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ടേബിളിലുള്ളത് വായിക്കുമ്പോൾ നമ്മൾ സഹബിയുമായി ബന്ധപ്പെട്ട എല്ലാ ഫോംസും ഇവിടെ മനസ്സിലാവും. അതിന് സഹബത്തെ ഞാൻ അഹി, അപ്പൊ അഹിനോട് ചോദിക്കുമ്പോൾ ഒരു 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 ഏകോചനമാണ്, പുല്ലിംഗ് ഏകോചനമാണ്, അതുകൊണ്ട് സഹബത്താ ഉപയോഗിച്ചു. പിന്നെ അതിനെ സഹബത്തും യാ യഹ്വാനി, അപ്പൊ പുല്ലിംഗ ബഹുവചനത്തിന് സഹബത്തും ഉപയോഗിച്ചു. അതിനെ സഹബത്തി യാ ഉഖ്തി, സ്ത്രീലിംഗ ഏകോചനത്തിന് സഹബത്തി ഉപയോഗിച്ചു. അതിനെ സഹബത്തുന്ന യാ അഖവാത്തി, സ്ത്രീലിംഗ ബഹുവചനത്തിന് സഹബത്തുന്ന ഉപയോഗിച്ചു. അന സഹബത്തു എന്ന് പുരുഷന്മാർ പറഞ്ഞു, അതേപോലെ അന സഹബത്തു എന്ന് പുരുഷൻ പറഞ്ഞു. നഹ്നു സഹബന എന്ന്, അല്ല അന സഹബത്തു എന്ന് പുരുഷന്മാർക്ക് സ്ത്രീക്കും പറയാം. സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും അന സഹബത്തു എന്ന് പറഞ്ഞാൽ മതി. അതേപോലെ നഹ്നു സഹബന എന്ന് സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും സഹബന എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇവിടെ അദാൻ എന്നൊരു വാക്കുണ്ട്. അദാൻ എന്താ അർത്ഥം? വിളി. ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ അദാൻ? ഖുറാനിൽ വായിച്ച ആരുമില്ല അദാൻ. വായിച്ചിട്ടുണ്ട്. അദാൻ എന്ന വാക്ക് ഖുറാനിൽ വായിച്ചിട്ടുണ്ടോ നിങ്ങള്? വിളിയും തെളിവുമില്ലാതെ, എങ്ങനെ? വിളിയും തെളിയുമില്ലാതെ മൃഗങ്ങളെ പോലെയാണ്. അവിടെ അദാനല്ല ഉപയോഗിച്ചത്, അവിടെ നിദ ആണുള്ളത്. നിദ, ശരിയാ. ഇവിടെ ഗുരുതരമായ വിഷയമാണ്. അള്ളാഹ് പറഞ്ഞിരിക്കുന്നത് അദാനും മിനല്ലാഹി വറസൂലിഹി, അള്ളയിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള വിളംബരം എന്ന് പറഞ്ഞു.
ആ വിളംബരം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വിളംബരം വായിച്ചിട്ട് ഉപയോഗം വല്ല ഉപയോഗമുണ്ടോ? അപ്പൊ ഖുർആൻ മനസ്സിലാക്കി വായിച്ചത് വാജിബാണോ, അതല്ല ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സിലാക്കി വായിക്കാൻ മതി എന്നാണോ? ഒരു സംശയം. അല്ല, ഇതിന് മറുപടി പറയും. ഖുർആൻ മനസ്സിലാക്കി വായിച്ചത് വാജിബാണോ, അല്ല ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സിലാക്കി വായിക്കാൻ മതി എന്നാണോ? വാജിബാണ്. ആ, ചോദിക്കും. 7ാമത്തെ എക്സസൈസിലെ നിങ്ങൾ ഇപ്പോഴും എക്സസൈസിൽ ഇരിക്കുകയാണ്. ആ, ഓക്കെ പറയും. 4ാമത്തത് 7ാമത്തെ എക്സസൈസിൽ 4ാമത്തത് 7ാമത്തെ ഇക്ര വക്തുവാണ്. അതെ, അതില് 4ാമത്തെ കൺഫ്യൂഷൻ. മത്താ ദഹബ അമ്മുക്കി, അത് ശരിയാണോ? മത്താ ദഹബത്തി, മത്താ ദഹബയ്ക്ക് ശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്മുക്കി. ആ, അമ്മുക്കി എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പം? അതവിടെ സ്ത്രീ. എന്താ അർത്ഥം എന്താ? അമ്മക്ക് പോയത് ആരാണ്? പോയതിന്റെ എളാപ്പയാണ്. ആ, അപ്പൊ ശരിയല്ലേ? അല്ലേ? ശരിയാണ്. ഓക്കെ. ആമിനയുടെ ഇളയപ്പയാണ് പോയത്. അമ്മത്തുക്കിയാണെങ്കിൽ ദഹബ്ത വരും അല്ലെ? അമ്മത്തുക്കി. അദ്ദേഹത്തിന്റെ സംശയം അമ്മു കീ വന്നില്ല. ആ, കീ വന്നുകൊണ്ടാണ് ആ സംശയം വന്നുകൊണ്ട് വരുന്നത്. അത് ദഹബയാണ്. അപ്പം ഈ അല്ല പോയത്, അമ്മാണ് പോയത്. ഓക്കെ. അപ്പൊ നമ്മൾ പിന്നെ ഈ ഇതിൽ ദഹബത്ത ഖബല ഉസ്ബൂഇൻ, ഇവിടെ കലിമാത്തുൽ ജദീദത്തി അസ്ബൂഇൻ കാരണം എന്താ? കലിമാത്തുൽ ജദീദത്തില് പേജ് 91. ഓക്കെ ഖബല ബഅദ കൈഫ മത്ത അസ്ബൂഉ ഉസ്ബൂഉ അൽ ഉസ്ബൂഉ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലാണല്ലേ? ഖബലയും ബാദയും ശേഷം വന്ന അതിന്റെ കൂടെ വരുമ്പോഴല്ലേ കിസ് കൊടുക്കേണ്ടത്. ഇവിടെ കലിമാത്തുൽ ജദീദത്ത് വേറെ കൊടുത്തിരിക്കുകയാണ്. അൽ ഉസ്ബൂഉ എന്ന് കൊടുത്തേക്കുന്നത് അൽ ചേർത്ത് വന്നേക്കുന്നതാണ് അല്ലേ? അതല്ല വിഷയം. നിങ്ങൾ വിഷയം കെസർ കൊടുത്തതാണോ ലമ്മ കൊടുത്താണോ വിഷയമല്ല, വേറെ എന്തെങ്കിലും ആണോ? അല്ല, ഇവിടെ ഖബല ഉസ്ബൂഉ എന്നാണ്, ഇവിടെ അൽ ഉസ്ബൂഉ. അപ്പൊ അത് തമ്മില് അതാ പറഞ്ഞത്, അല്ലുണ്ടോ ഇല്ലെന്നുള്ളതല്ല വിഷയം. ഖബലയുടെ ബഅദയുടെ ശേഷം വരുമ്പോഴാണ് കെസ് കൊടുക്കേണ്ടത്. അതറിയാം. അല്ലാത്തപ്പോൾ എപ്പോഴും നാമത്തിന്റെ അവസാനം ലമ്മാണ്. ഒറ്റയ്ക്ക് വന്നാൽ നാമത്തിന്റെ അവസാനം ലമ്മാണ് എപ്പോഴും. അല്ലില്ലെങ്കിൽ ലമ്മ തൻവീൻ, അല്ലെങ്കിൽ ഓക്കെ. ഇതുപോലുള്ള നിസ്സാരമായ കാര്യങ്ങളൊന്നും മനസ്സിൽ വെച്ചിട്ടിരിക്കില്ല, എല്ലാം ചോദിച്ച് ക്ലിയർ ആക്കി പോവുക. നിങ്ങളെ കുറിച്ച് നമുക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. മനസ്സിലിരിക്കുന്ന കൊച്ചു ചെറിയ എന്താ പറയാ സില്ലി സംശയങ്ങളാണ്. പക്ഷെ അത് മാറ്റിയില്ലെങ്കിൽ പിന്നെ അതെപ്പോഴും അവിടെ തന്നെ ഇരിക്കും. ചോദിച്ച് ക്ലിയർ ആയി. ഇനി വേറെ ഡൗട്ട് ഉണ്ടോ ഇതുപോലെ ആർക്കെങ്കിലും? റജാ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? റജാ മടങ്ങി. മടങ്ങുന്ന മടക്കിനെ മടങ്ങുന്നല്ല കേട്ടോ. മടക്കുമ്പോ മടങ്ങുന്നതല്ല റജ എന്ന് പറയുന്നത്. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരിക റജ. അപ്പൊ എന്താണ് റജ എന്ന് പറഞ്ഞാൽ? റജ മടങ്ങി, റജ മടക്കി. റജ എന്ന് പറഞ്ഞാൽ തിരിച്ചു തരുമെന്ന്. നസല പോലെ. അതെ. ആരാ ചോദിച്ച്? ഫരീദ് അസ്കർ. നിങ്ങൾ ഗൾഫിലായിരുന്നോ? ഇല്ല, ഞാൻ UK കഴിഞ്ഞല്ലേ. ഡിപ്ലോമ കഴിഞ്ഞ. സാധാരണ ഗൾഫിൽ ഉപയോഗിക്കുന്ന വാക്കാണ് റജ. ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിലായിരുന്നു അതാണ് ചോദിച്ചത്. ആദ്യം ചോദിച്ചത്. പിന്നെ അൻസല നസലയുടെ കാര്യം ഞാൻ പറഞ്ഞു. ആരാണ്? അലിയോ? അലി പൂർണ്ണമായ പേരെന്താ? അലിമോൻ.
സൗദിയിലാണ്. സൗദിയിലുണ്ടായിരുന്നു 10 വർഷം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ UKM ചേരുന്ന സമയത്ത് എവിടെയായിരുന്നു? ഞാന് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ചേരുന്ന സമയത്ത് സൗദിയിലുണ്ടായിരുന്നു. അണ്ടർസ്റ്റാൻഡ് ഖുർആനിലുണ്ടായിരുന്നു. സൗദിയിലായിരുന്നു. ആ വർക്ക് എന്തായിരുന്നു? ഞാന് ട്രാവൽസില്. ട്രാവൽസിലാണ്. ഞാൻ ഉദ്ദേശിച്ച ആളല്ല. നിങ്ങൾ ഇപ്പോഴാണ് ലൈവ് ക്ലാസ് വരുന്നത്. കുറച്ച് വൈകിട്ട് വന്നത്, 5 മിനിറ്റ്. അതല്ല, ഞാൻ ലൈവ് ക്ലാസ്സിൽ ഇപ്പൊ ഈ അമേരിക്കത്തെ അറബിക്കിലാണ് വരുന്നത്. നേരത്തെ ലൈവ് ക്ലാസ്സിൽ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ലൈവ് ക്ലാസ്സിലുണ്ടായിരുന്നു, ആദ്യം ഉണ്ടായിരുന്നു. അണ്ടർസ്റ്റാൻഡ് ഖുർആനില്. അണ്ടർസ്റ്റാൻഡ് ഖുർആനില് കുറച്ച് മുന്നേ, 1 കൊല്ലം മുന്നേ രണ്ട് ബാച്ച് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ആളുണ്ടായിരുന്നില്ല. ലൈവാണോ അത്? ലൈവ് ക്ലാസ് സാറല്ല എടുത്തായിരുന്നു. വേറെ ഒരു പേര് പറഞ്ഞു. നമ്മളെ പിന്നെ അതിന്റെ പേരെന്തോന്നു, ഉസ്മാൻ സാഹിബ്. വെള്ളിയാഴ്ച മാത്രം ഉണ്ടായിരുന്നു. ഉസ്മാൻ സാഹിബ്. ഉസ്മാൻ സാഹിബ്. പിന്നെ അത് 2 ബാച്ച് കഴിഞ്ഞപ്പോ പിന്നെ ആളുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒറ്റക്കായി. പിന്നെ അങ്ങനെ പോയി. ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഞാനത് അത്ര ഇനിഷ്യേറ്റീവ് കൊടുത്തില്ല. ഒരാൾക്ക് വേണ്ടി 2 പേർക്ക് വേണ്ടിയും ക്ലാസ് എടുക്കുന്ന അത്ര സ്മാർട്ടായ സംഭവമല്ല. ഇനിയിപ്പോ നമുക്ക് വാട്സപ്പ് ക്ലാസ് ആയാലും കിട്ടാനുള്ള ഇതുണ്ടോ? വാട്സപ്പ് ക്ലാസ് ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോ ആദ്യം ചേരണം അല്ലേ? അല്ല, ഏതാണ് ഏതുവരെ എത്തി അതിന്റെ ബാക്കിയുള്ളത് ചേർക്കാം. അതെ. നിങ്ങൾ എന്റെ നമ്പറിലേക്കല്ല, ഓഫീസ് നമ്പർ ഉണ്ടല്ലോ 563 അവസാനിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഇന്ന കോഴ്സ് ഇതുവരെ കഴിഞ്ഞു, അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ചേർക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ വേണ്ടവർ ചെയ്യും, ഇല്ലെങ്കിൽ എന്നെ ഒരു കോൺടാക്ട് ചെയ്യും. ഞാൻ പറഞ്ഞു. ഓക്കെ. ഈ അഞ്ചാമത്തെ തമ്പീൽ ഖാമിസ് ആണ്. അതില് അഞ്ചാമത്തെ ലഅഫിൽ അംകനത്തിൽ ഖാലിയത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലഅഫിൽ അംകിനത്തി, അമാക്കിനാണ്. അമാക്കിന. അതില് 5ഉം 6ഉം സെയിം പോലെയല്ല തോന്നണേ. 5ഉം 6ഉം. 5ഉം 6ഉം. യാ അഖി, 6ാമത്തെ യാ ഉഖ്തി. അതല്ല, പേജ് നമ്പർ 90. 5 യാ അഖി സഹോദര, 6 യാ ഉഖ്തി സഹോദരി, എന്റെ സഹോദരി. അല്ല, 5ല് നമ്പർ 4 കഴിഞ്ഞിട്ട് 5. അതാണ് ഞാൻ പറഞ്ഞത്. 4 കഴിഞ്ഞിട്ട് 5 ഏതാ? സയ്യിദീന്ന് സയ്യിദത്തീന്ന് അല്ലേ? അത് ചേർക്കണം അതിന്റെ കൂടെ അല്ലേ? അപ്പൊ നിങ്ങളെ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. ഇവിടെ അഹയാണുള്ളത്. നിങ്ങളുടെ പുസ്തകത്തിൽ സയ്യിദും സയ്യിദത്തി ആണെങ്കിൽ, സയ്യിദ് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ, സയ്യിദത്തി മിസ്, മാഡം, സയ്യിദ് ജെന്റിൽമാൻ. കേട്ടോ, സയ്യിദ് ജെന്റിൽമാൻ, സയ്യിദത്ത് മാഡം. ഓക്കെ. സാർ ഇപ്പൊ ലൈവ് ക്ലാസ് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ ചെയ്യുന്നുണ്ടോ? 1ാമത്തെ വെച്ചോ 2ാമത്തെ വെച്ചൊക്കെ ആയിട്ട്? നമ്മുടെ ക്ലാസ്സൊക്കെ ഇപ്പൊ സീനിയർ ആയിരിക്കാണ്. അതെല്ലേ. ഇപ്പൊ തുടക്കത്തിലുള്ള ഏതെങ്കിലും ഉണ്ടോ? തുടങ്ങുന്ന പാടാ. കാരണം ഇപ്പൊ വരാൻ പോകുന്ന ഒന്ന് കമ്മ്യൂണിക്കേറ്റ് അറബിക്കിന്റെ പുതിയ ബാച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് അൽമാഇദയുടെ അന്നാമിന്റെ തുടങ്ങാൻ പോകണം. അങ്ങനെ 2 ക്ലാസ്സാണ് കിടക്കുന്നത്. അതിപ്പോ എത്ര ബാച്ച് കഴിഞ്ഞിട്ടുണ്ടാവും? അതെല്ലാം അണ്ടർസ്റ്റാൻഡ് ഖുർആൻ കംപ്ലീറ്റ് ചെയ്തവർക്കുള്ളതാ. കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അണ്ടർസ്റ്റാൻഡ് ഖുർആൻ കംപ്ലീറ്റ് ചെയ്തവർക്കാണ് നമ്മൾ തദബ്ബുർ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്, പുതിയ സിസ്റ്റം. അപ്പൊ അത് അൽബക്കറ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ അൽബക്കറ എടുത്തവർക്ക് അൽബക്കറ, ആലി ഇമ്രാൻ, നിസാ, മാഇദ കഴിഞ്ഞിട്ട് അന്നാമാണ് അടുത്ത് തുടങ്ങാൻ പോകുന്നത്. അന്നാമിന്റെ മെസ്സേജ് വന്നില്ലേ എനിക്ക്? ഇല്ല, വൈഫ് അതിലുണ്ട്. അന്നാമിന്റെ മെസ്സേജ് വന്നു. പറഞ്ഞു ഞാൻ. മിക്കവാറും അടുത്ത മാസമായിരിക്കും. സാറ് എന്തെങ്കിലും തുടങ്ങ? സാറ് എടുക്കണ്ട ക്ലാസ്? ഏതെങ്കിലും ഒരു സാറായിരിക്കും എടുക്കുന്നത്.
അല്ല സാർ എടുക്കണ്ടെങ്കിൽ നന്നായി. ഞാനെടുത്ത് ഞങ്ങളൊക്കെ ഫയൽ ചെയ്യും. അല്ല മറ്റുള്ളവരെടുക്കുമ്പോ അത്ര അങ്ങട് ഒരു ഇതല്ല. ശരിയാവും കേട്ടാ. ഇയാള് ഫയൽ അടുത്ത ആള് വരണ്ടേ. അപ്പൊ അതിനാണ് ഉസ്മാൻ സാഹിബിനെ കൊണ്ടൊക്കെ എടുപ്പിച്ചത് നമ്മള്. ഉസ്മാൻ സാഹിബ് വർക്ക് ചെയ്തിട്ടാണ് പഠിപ്പിച്ചത്. ഉസ്മാൻ സാഹിബ് എടുത്ത കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് സ്ട്രെങ്ത് കുറയുമ്പോൾ അത് അതിൻ്റെതായ പ്രോബ്ലം ഉണ്ടാവും. എടുക്കുന്നവർക്കും അതിലൊരു അല്ല സാറാകുമ്പോ കൂടുതൽ ഇപ്പൊ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാനും ഇതിനൊക്കെ നന്നായിരിക്കും. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് ഡിഗ്രി പാസ്സായ ആൾക്കാരെ പോസ്റ്റ് ഇപ്പം പുതിയ ടീച്ചറെ എടുത്തിട്ടുണ്ട്. പുതിയ ടീച്ചർ പോസ്റ്റ് ഗ്രാജുവേറ്റ് പാസ്സായ ആളാണ്. എം എ അറബിക്കാണ്. അതേപോലെ പുതിയ പുതിയ ആൾക്കാരെ നമ്മൾ എടുത്തോണ്ടിരിക്കും. പി ജിക്കാരനെ കാര്യം എടുത്ത് പിന്നെ വേറെ ഒരാള് അറബി ഡിഗ്രി കഴിഞ്ഞ ആളാണ്. പക്ഷെ ആൾക്കിപ്പം ഇപ്പോഴാണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞിട്ട് ആള് അണ്ടർസ്റ്റാൻഡ് വരാണ്ട് വരും. പക്ഷെ ആണുങ്ങളാരും ഇത് ചെയ്യുന്നില്ല. ആണുങ്ങളാരും ഈ ഗ്രേഡിന്റെ ഈ ലെവലിലേക്ക് വരുന്നില്ല. നമ്മൾ കൊടുത്തതിലൊന്നും പിന്നെ CV കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കിട്ടിയാലേ നമുക്ക് പറയാൻ എടുക്കാൻ പറ്റുള്ളൂ. കിട്ടിയവരെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ അതിനും തുടങ്ങും. ഇല്ലെങ്കിൽ നമുക്ക് പുതിയ അണ്ടർസ്റ്റാൻഡ് വരാൻ തുടങ്ങണമെന്ന് പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് ഇട്ടാല് നമ്മൾ പുതിയ വരുന്നുള്ള നോക്കും. പിന്നെ അത് ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങാനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അതും പ്രശ്നം വരും. ഇപ്പൊ നമുക്ക് എനിക്ക് ആകെ ഇപ്പം വരുന്നതും 7 ദിവസത്തെ ക്ലാസ്സിൽ രാത്രി എടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴും വരുന്നതെല്ലാം ഞാൻ എനിക്ക് തോന്നുന്നു രാവിലെ ആയിരിക്കും. ഞാൻ രാവിലെയാണ് കൊടുത്തിരിക്കുന്നത്. 6 മുതൽ 7 വരെ. അപ്പൊ രാവിലെ 6 മുതൽ 7 വരുമ്പോൾ ഗൾഫുകാർക്കൊക്കെ പറ്റുമെന്നുള്ളത് നോക്കാം. അതിപ്പോ അണ്ടർസ്റ്റാൻഡ് കൂടെ കഴിഞ്ഞവർക്കല്ലേ അതില് ചേർന്നിട്ട് കാര്യമുള്ളൂ. അല്ല അത് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ രാത്രി ഫുള്ളാണ്. പിന്നെ വരുന്ന പുതിയ ബാച്ചുകൾ രാവിലെ ആയിരിക്കും തുടങ്ങേണ്ടി വരിക. അപ്പൊ നിങ്ങൾ തഹജ്ജുദിന് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അല്ല 6 മണിയാകുമ്പോ അവിടെ എത്ര മണിയാവും? 4. അല്ല ഞാനിപ്പോ നാട്ടിലാണ്. നാട്ടിലാണ് അലിമോൻ. നാട്ടില് സെറ്റിലായി. നാട്ടിലുണ്ടോ? അപ്പൊ കുഴപ്പമില്ല. നോക്കാം എന്തായാലും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഖുർആൻ ഞാൻ നേരത്തെ പറഞ്ഞത് അറബി പഠിക്കുന്നവരെ സമയത്തോളം അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ ഒക്കെ പങ്കെടുത്തവരെ സമയത്തോളം ഖുർആൻ മനസ്സിലാക്കിയേ വായിക്കാവൂ. ഇനി അവരെന്ത് പരമ്പരാഗതമായിട്ട് വായിക്കാൻ പാടില്ല. കാരണം പ്രത്യേകിച്ച് അതൊന്ന്. രണ്ടാമത്തെ എന്ന് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം കേരളീയരെ സംബന്ധിച്ചോളം ഖുർആൻ പഠിക്കാനും അറബി ഭാഷ പഠിക്കാനും അനവധി അവസരങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇത്രയും അവസരങ്ങൾ ഉണ്ടായിരിക്കെ ഒരാളെ സംബന്ധിച്ചോളം ഞാൻ അറബിയിൽ കാണാതെ അല്ലെങ്കിൽ ആശയം മനസ്സിലാക്കാതെ വായിച്ചാൽ മതി എന്ന് ധരിക്കുന്നത് തെറ്റാണ്. സാധ്യതയ്ക്കനുസരിച്ച് ബാധ്യതയുണ്ട്. ഓരോരുത്തരുടെയും ആ അവസ്ഥ അനുസരിച്ചാണ് അള്ളാഹ് നമ്മോട് ചോദിക്കുക. ആ രീതിയിലാണെങ്കിൽ ഖുർആൻ എന്തുകൊണ്ട് നീ മനസ്സിലാക്കി വായിച്ചില്ല എന്ന് നമ്മോട് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഖുർആൻ മനസ്സിലാക്കി വായിക്കുന്നവരെ സമയത്തോളം അള്ളാഹ് വലിയ ഉപമകൾ ഉപമിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഉസ്താദ്മാരാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് സ്വർഗത്തിൽ അമ്പിയായുടെയും മുർസലുകളുടെയും അതേപോലെ സാലിഹുകൾ, സിദ്ദീഖുകൾ, ശുഹദാനോടൊപ്പം ഞങ്ങളെ വസിപ്പിക്കണമെന്നാണ്. മലക്കുകളോടൊപ്പം വസിപ്പിക്കണമെന്ന് നമ്മൾ എവിടെയെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? മലക്കുകളോടൊപ്പം ആയിരിക്കും എന്ന് ഖുർആൻ മനസ്സിലാക്കി വായിക്കുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വല്ലദീ യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി. ഖുർആനിൽ അവഗാഹം നേടിക്കൊണ്ട് വായിക്കുന്നവൻ മഅ സഫറത്തുൽ കിറാമിൽ ബററ, ആദരണീയരും പുണ്യവാന്മാരുമായ ഖുർആൻ വാഹകരായ മലക്കുകളോടൊപ്പമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നമ്മെ ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله والسلام عليكم ورحمه الله. وعليكم السلام ورحمة الله.